വേണ്ട ഡോക്ടർ, എന്റെ ബാലചന്ദ്രൻ സാറിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ബന്ധരയ്ക്ക് ഒന്നും വേണ്ട. എങ്ങനെയും ഞാൻ പണം ഉണ്ടാക്കിയിട്ട് വരാം ഡോക്ടർ. ചികിത്സയ്ക്ക് വേണ്ടി എവിടെ വേണമെങ്കിലും ബാലചന്ദ്രൻ സാറിനെ കൊണ്ടുപോകാം. ഒരു തേങ്ങലോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പാദങ്ങളിൽ ചങ്ങലക്കെട്ട് വീണതുപോലെ ബന്ധുര നിശ്ചലം നിന്നു. വാതിൽക്കൽ ബാലചന്ദ്രൻ. നീണ്ട നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ ബന്ധുരയിൽ നിന്നും ശക്തമായൊരു തേങ്ങലുയർന്നു. വേണ്ടായിരുന്നു ബാലചന്ദ്രൻ സാറെ, ഈ പാവം പെണ്ണിനോട് ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു. എന്റെ ജീവനേക്കാളും സ്നേഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്തിനു എന്നെ ഇങ്ങനെ ശിക്ഷിക്കണത്? അവൾ ബാലചന്ദ്രന്റെ ശരീരത്തിലേക്ക് ഭാരം മുഴുവൻ ചേർത്ത് വെച്ച് വിമ്മി വിമ്മി കരഞ്ഞു. ടീച്ചറെ! അയാൾ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. വരൂ ടീച്ചറെ. ബാലചന്ദ്രൻ നടന്നു. പിന്നാലെ വിങ്ങുന്ന മനസ്സോടെ ബന്ധുരയും. ബാലചന്ദ്രന്റെ മുറിക്ക് മുന്നിൽ പ്യൂൺ രാഘവപിള്ള ആശങ്കയോടെ കാത്തു നിൽക്കുകയായിരുന്നു. ബന്ധുരയെ കണ്ടതും അയാൾ അടുത്തേക്ക് ചെന്ന് ഉദ്യോഗത്തോടെ ചോദിച്ചു, ഡോക്ടർ എന്തു പറഞ്ഞു ടീച്ചറെ? എന്തിനാ വിളിപ്പിച്ച്? അപ്പോഴേക്കും രാഘവൻപിള്ളയ്ക്ക് മുഖം കൊടുക്കാതെ ബാലചന്ദ്രൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. രക്ഷപ്പെടും രാഘവേട്ട, എന്റെ മനസ്സ് അങ്ങനെ പറയണു. പക്ഷെ കുറച്ച് പണം ചെലവാകും, അത്രേ ഉള്ളൂ. അതും പറഞ്ഞ് ബന്ധുരയും ബാലചന്ദ്രൻ പിന്നാലെ അകത്തേക്ക് കയറി. വീടും സ്ഥലവും വിൽക്കണ കാര്യല്ലേ ടീച്ചറിന്റെ മനസ്സില്? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. ടീച്ചറെ, ടീച്ചർ ഡോക്ടറോട് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. വേണ്ട ടീച്ചറെ, അത് വിറ്റ ടീച്ചറും നമ്മുടെ മോനും എവിടെ പോയി അന്തി ഉറങ്ങും? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ പെരുവഴിയിൽ ഇറക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഞാൻ ഈ ലാഭത്തെക്കുറിച്ച് ചിന്തിച്ച നഷ്ടങ്ങളുടെ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങി താഴുകയുള്ളൂ. ഞാൻ മാത്രമല്ല, ടീച്ചറും നമ്മുടെ കുഞ്ഞും എല്ലാം, എല്ലാവരും. ബാലചന്ദ്രന്റെ സ്വരത്തിന് വല്ലാത്ത വിറയലുണ്ടായിരുന്നു. എനിക്കെന്റെ ബാലചന്ദ്രൻ സാറിനേക്കാൾ വലുതല്ല ആ വീടും സ്ഥലവും. അതിനേക്കാളൊക്കെ വലുതായി ആകാശത്തോളം ഉയർന്നു നിൽക്കുക ബാലചന്ദ്രൻ സാറ് എന്റെ മനസ്സില്, എന്റെ ഈ കൊച്ചു ജീവിതത്തില്. നാണയത്തൊട്ടുകൾ നിലത്ത് വീണുടയും പോലെ അവളുടെ വാക്കുകൾ ചിലമ്പിച്ചിരുന്നു. ബാലചന്ദ്രൻ സാറേ! അതുവരെ എല്ലാം കേട്ടുനിന്ന രാഘവപിള്ള വിളിച്ചു. ബാലചന്ദ്രൻ അയാൾക്ക് നേരെ ദൈന്യതയോടെ നോക്കി. രാഘവൻപിള്ള തുടർന്നു, ബന്ധുര ടീച്ചർ പറഞ്ഞതിലും കാര്യമുണ്ട്. സാറിന്റെ അസുഖമെല്ലാം ഭേദമായി വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. സാറിനേക്കാൾ വലുതാണോ ആ ഇത്തിരി സ്ഥലവും വീടും? ഇല്ല രാഘവേട്ടാ, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ടീച്ചർക്കും കുഞ്ഞിനും എന്റെ വീട്ടിലോ ടീച്ചറിന്റെ വീട്ടിലോ സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇല്ല, രണ്ടിടത്തും കാൽപാദം കുത്തി നിൽക്കാനുള്ള ഇടം പോലുമില്ല. ബന്ധുര എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ നിന്നതേയുള്ളൂ. സന്ധ്യ കനത്തു തുടങ്ങിയിരുന്നു. രാഘവേട്ട, നമുക്ക് രാവിലെ പോയാ പോരെ? ബന്ധുര ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ബാലചന്ദ്രനാണ്. എന്തിനാ ടീച്ചറെ വൈകിക്കണ? കാറ് വെയിറ്റ് ചെയ്യണുണ്ടല്ലോ. പിന്നെന്താ? ഇല്ല, രാവിലെ പോകണുള്ളൂ. രാഘവേട്ട, ഡ്രൈവറെയും കൂട്ടി ഇവിടെ അടുത്ത ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുത്തോളൂ. പുലർച്ചെ വരണം. ബന്ധുര അതും പറഞ്ഞ് വാനിറ്റി ബാഗിൽ നിന്നും കുറച്ച് രൂപ എടുത്ത് രാഘവൻപിള്ളയ്ക്ക് കൊടുത്തു. ബാലചന്ദ്രൻ സാറേ, പോയിട്ട് രാവിലെ വരാം. അയാൾ രൂപയും വാങ്ങി പുറത്തേക്കിറങ്ങി. എന്തിനാ ടീച്ചറെ വെറുതെ ബുദ്ധിമുട്ടണത്? പോകാമായിരുന്നില്ലേ? ഇന്നൊരു ദിവസം ബാലചന്ദ്രൻ സാറിനോടൊപ്പം ഞാനും എന്റെ മോനും കഴിഞ്ഞോട്ടെ. കുഞ്ഞിന് മുലപ്പാല് കൊടുത്തുകൊണ്ട് ബന്ധുര പറഞ്ഞു. ബാലചന്ദ്രൻ പിന്നൊന്നും പറഞ്ഞില്ല. കുഞ്ഞ് നേരത്തെ ഉറങ്ങിയിരുന്നു. രാത്രി എടുക്കുമ്പോൾ ബന്ധുര പറഞ്ഞു, ബാലചന്ദ്രൻ സാറേ, മോന്റെ പേരിടയിലും നൂലുകെട്ട് നടത്തണ്ടേ? ഞാൻ അടുത്തില്ലെങ്കിലും നമ്മുടെ മോന്റെ പേരിടയിലും നൂലുകെട്ടും ഗംഭീരമായി നടത്തണം. ഞാൻ വന്നില്ല എന്ന് കരുതി ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അയാൾ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. എന്നാലും ബാലചന്ദ്രൻ സാറ് വരില്ലേ? സാറ് വന്നില്ലെങ്കിൽ മറ്റുള്ളവർ അന്വേഷിച്ചാ ഞാൻ എന്താ പറയാ? ഇപ്പൊ തന്നെ കാര്യമറിയാതെ ബാലചന്ദ്രൻ സാറിനെ പലരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വരാൻ ടീച്ചറെ, നമ്മുടെ മോന്റെ ആദ്യത്തെ ചടങ്ങല്ലേ. ഇനി എനിക്ക് അവിടെ വരാൻ പറ്റിയില്ലെങ്കിലോ? ഇരുട്ടിൽ മുഖം വ്യക്തമായില്ലെങ്കിലും ബാലചന്ദ്രൻ സാർ കരയുകയാണെന്ന് ബന്ധുരിക്ക് മനസ്സിലായി. പിന്നെ അവളൊന്നും ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. ആ രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ബാലചന്ദ്രനും ഒരു പോള കണ്ണടച്ചില്ല. നേരം പുലർന്നു. ബന്ധുര യാത്രയ്ക്ക് തയ്യാറായി. കുഞ്ഞിനെയും കുളിപ്പിച്ചൊരുക്കി. പുലർച്ചെ തന്നെ രാഘവപിള്ള എത്തി. ബാലചന്ദ്രൻ കുഞ്ഞിനെയും എടുത്ത് കാറിനടുത്തേക്ക് ചെന്നു. ആ കുഞ്ഞിളം മുഖത്തും നെറ്റിയിലും കവിളിലുമെല്ലാം 1000 ചുടുചുംബനങ്ങൾ നൽകുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
അത് കണ്ടു നിൽക്കുവാനുള്ള ത്രാണി ബന്ദരയ്ക്കില്ലായിരുന്നു. കുഞ്ഞിനെയും എടുത്ത് കാറിലേക്ക് കയറുമ്പോൾ അവൾ മന്ത്രിക്കും പോലെ പറഞ്ഞു, ഡോക്ടർ സുരേന്ദ്രനാഥ് പറഞ്ഞ പോലെ അപ്പോളോ ഹോസ്പിറ്റലിലോ വെല്ലൂരോ കൊണ്ടുപോകാനുള്ള പണവുമായി ഞാൻ വരും ബാലചന്ദ്രൻ സാറേ. ബാലചന്ദ്രൻ സാറിന് ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഈ ബന്ധുര അതിന് സമ്മതിക്കില്ല. ഇടർന്ന കാലടികളോടെ കാറിലേക്ക് കയറി. കാറ് മെല്ലെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ബന്ധുരയുടെ മനസ്സ് നീറിപ്പുകയായിരുന്നു. എങ്ങനെയും ബാലചന്ദ്രൻ സാറിനെ രക്ഷിച്ചേ പറ്റൂ. ഡോക്ടർ സുരേന്ദ്രനാഥ് പറഞ്ഞതുപോലെ അപ്പോളോ ഹോസ്പിറ്റലിലോ വെല്ലൂരോ കൊണ്ടുപോകണം. വീടും സ്ഥലവും എല്ലാം വിറ്റിട്ടാണെങ്കിലും താനത് ചെയ്യും. മറ്റെന്തിനേക്കാളും വലുത് തനിക്ക് തന്റെ ബാലചന്ദ്രൻ സാറാണ്. വീടും സ്ഥലവും സ്വത്തും ഒന്നും വേണ്ട. തനിക്ക് വേണ്ടത് ബാലചന്ദ്രൻ സാറ് മാത്രമാണ്. ആ ശരീരത്ത് ജീവന്റെ തുടിപ്പ് എന്നും ഉണ്ടാവണം. ടീച്ചർ എന്താ ആലോചിക്കുന്നത്? മുൻസീറ്റിലിരുന്ന രാഘവപിള്ള തല പിന്നിലേക്ക് തിരിച്ചു ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, അവൾ മുഖമുയർത്താതെ പറഞ്ഞു. കാർ ടൗണും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാണ്. മടിയിൽ തല ചേർത്ത് വെച്ച് ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ ബന്ധുര നോക്കി. അവളിൽ നിന്നും ഒരു നെടുവീർപ്പ് ഉയർന്നു. കാറ് നാട്ടിലേക്കുള്ള ജംഗ്ഷൻ കടന്നപ്പോ രാഘവപിള്ള ചോദിച്ചു, ടീച്ചറെ, ട്യൂട്ടോറിയൽ കോളേജിലേക്കല്ലേ പോകേണ്ടത്? ആദ്യം കൃഷ്ണയുടെ വീട്ടിലേക്ക് പോകാൻ രാഘവേട്ട, അമ്മയെ കൂട്ടിയിട്ട് വരണം, ബന്ധുര പറഞ്ഞു. കാറ് കൃഷ്ണപ്രിയയുടെ വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു. ബന്ധുര കുഞ്ഞിനെയും എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി. വീട്ടിലേക്കുള്ള ഒതുക്കുകല്ല് കയറുമ്പോൾ വല്ലാത്ത വിറയൽ അനുഭവപ്പെട്ടു. നൂറ് ചോദ്യങ്ങൾ കൃഷ്ണയിൽ നിന്നും ഉണ്ടാകും. അതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുക? ബന്ധുര വരാന്തയിലേക്ക് കയറിയതും അകത്തു നിന്ന് ദേവകിയമ്മ അവളെ കണ്ട് ഓടി വന്നു. നീ കുറച്ചു ദിവസം കഴിഞ്ഞ് വരൂന്ന് പറഞ്ഞിട്ട്? എന്താ മോളെ, ബാങ്കിലെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോ? ദേവകിയമ്മ കുഞ്ഞിനെ എടുക്കുന്നതിനിടയിൽ ചോദിച്ചു. പിന്നെ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, എടി കൃഷ്ണേ, ദേ ബന്ധുര വന്നിരിക്കണു. അടുക്കളയിൽ നിന്ന് കൃഷ്ണപ്രിയ വരാന്തയിലേക്ക് ഓടി വന്നു. ബന്ധുരയെ കണ്ടതും അവളുടെ മുഖത്തെ സന്തോഷം മങ്ങി. എവിടെ കൃഷ്ണേ, ഇവിടുത്തെ അച്ഛനും അമ്മയും? ബന്ധുര ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ദേവകി അമ്മയാണ്. അവരെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിരിക്കുക, ഒരു കല്യാണത്തിന്. അമ്മ വേഗം ഡ്രസ്സ് മാറ്, കാറ് വഴിയിൽ കിടക്കണു, ബന്ധുര പറഞ്ഞു. ഇവിടെ ഉള്ളവർക്ക് വന്നിട്ട് പോയാ പോരെ ബന്ധുരെ? ദേവകിയമ്മ ചോദിച്ചു. അതൊന്നും സാരില്ല, അമ്മ വേഗം ഒരുങ്ങാൻ നോക്ക്, ബന്ധുര ധൃതി കൂട്ടി. ദേവകിയമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർ കുഞ്ഞിനെ കൃഷ്ണപ്രിയയെ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ബന്ധുരേച്ചി, കൃഷ്ണപ്രിയ ശബ്ദമുയർത്തി വിളിച്ചു. ബന്ധുര മുഖം ഉയർത്തി. ബാങ്കിൽ ഓഡിറ്റിനാണെന്നൊക്കെ പറഞ്ഞ് ബന്ധുരേച്ചിക്ക് അമ്മയെ റെഡിയാക്കാം, പക്ഷെ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. പ്രസവാവധി 3 മാസം ഏത് സ്ത്രീക്ക് അവകാശപ്പെട്ടതാ. അതിനിടയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകേണ്ട കാര്യമില്ല. ഒത്തിരി പഠിപ്പും വിവരമുള്ള ബന്ധുരേച്ചി വിചാരിച്ചിട്ടുണ്ടാവും ചേച്ചി എന്ത് പറഞ്ഞാലും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഞങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന്. ആരെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല, അവൾ പറഞ്ഞു. വളരെ അത്യാവശ്യമുള്ളത് കൊണ്ടാ കൃഷ്ണൻ ഞാൻ പോയത്. പോകാതെ എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു, ബന്ധുര നിസ്സഹായതയോടെ പറഞ്ഞു. ബന്ധുരേച്ചി ബന്ധുരേച്ചി ബന്ധുരേച്ചിയെ ഒത്തിരി സ്നേഹിച്ചവളാ ഞാൻ, ഒത്തിരി വിശ്വസിച്ചവളാ ഞാൻ. ഇനി ഞാൻ ചേച്ചി പറയുന്നതൊന്നും വിശ്വസിക്കില്ല. ഇപ്പൊ എനിക്ക് വേറൊരു സംശയം കൂടി ഭയപ്പെടുകയാണ്. കൃഷ്ണ പറഞ്ഞു എന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ബന്ധുര വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. കൃഷ്ണപ്രിയ തുടർന്നു. എന്റെ സംശയം മാത്രമല്ല, നേര് തന്നെയാ. ആട്ടെ, ബാലചന്ദ്രൻ സാറ് എവിടെ പോയിന്നാ ബന്ധുരേച്ചി പറഞ്ഞത്? അവളുടെ ചോദ്യത്തിന് മുന്നിൽ ബന്ധുര തളർന്നു. ഡൽഹിയില് ഒരു ഫ്രണ്ടിനെ കാണാൻ, ബന്ധുര വെക്കി വെക്കി പറഞ്ഞു. കള്ളം, ഇതുവരെ ഞാനും അത് വിശ്വസിച്ചതാണ്, ഇനി വിശ്വസിക്കില്ല. കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടാവോ? ദൈവമേ, അവളുടെ ഉള്ളിൽ 1000 തിരമാലകൾ ആർത്തിരമ്പി. വീണ്ടും കൃഷ്ണപ്രിയയുടെ കനത്ത സ്വരം. ഒന്നുകിൽ എന്തെങ്കിലും കുറ്റം ചെയ്ത് ബാലചന്ദ്രൻ സർ ഒളിവിൽ പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാണ്. തീർച്ചയാ ബന്ധുരേച്ചിക്ക് അറിയാം എവിടെ ഉണ്ടെന്ന്. ചേച്ചി ബാലചന്ദ്രൻ സാറിനെ കാണാൻ രഹസ്യമായിട്ട് പോയതാ, കൃഷ്ണപ്രിയ പറഞ്ഞു. നിർത്തിയതും ബന്ധുരയുടെ വലതുകരം അവളുടെ കവളിൽ ശക്തിയായി പതിച്ചു. കൃഷ്ണപ്രിയ അത് തെല്ലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. കണ്ണുകളിൽ അന്ധകാരം പരക്കുന്നത് പോലെ. എന്റെ ബാലചന്ദ്രൻ സാറിനെ കുറിച്ച് നീ എന്ത് പറഞ്ഞടി? തട്ടിപ്പുകാരനും 4ാം കിട ക്രിമിനലുമാണോടി എന്റെ ബാലചന്ദ്രൻ സാറ്? പറയടി, പറയും. ബന്ധുര സ്ഥലകാല ബോധം പോലും മറന്നു. ബന്ധുരിച്ചി, ഞാൻ... കൃഷ്ണപ്രിയ വല്ലാതെ പതറിപ്പോയി. ബന്ധുരിച്ചിയെ ഇതിനു മുമ്പ് ഇത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. നിനക്കറിയണമല്ലേ ബാലചന്ദ്ര സാർ എവിടെയാണ് ഒളിവിലിരിക്കണതെന്ന്?
ഞാൻ എവിടെയാണ് പോയതെന്ന്? അവളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. ബാലചന്ദ്രൻ സാറ് ഒളിവിൽ പോയിരിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാൻ പോയത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കണ എന്റെ ബാലചന്ദ്രൻ സാറിന്റെ അടുത്തേക്കാ. ഇനി വല്ലതും നിനക്കറിയണോ കൃഷ്ണേ? പറഞ്ഞതും ബന്ധുര ഹൃദയം പൊട്ടി കരഞ്ഞുപോയി. ഉച്ചത്തിൽ ബന്ധുരിച്ചി. കൃഷ്ണപ്രിയ അസഹ്യമായ വേദനയോടെ പിടഞ്ഞു. വരാന്തയിലെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ദേവകി അമ്മ ഇടനെഞ്ച് പൊട്ടുന്ന വേദനയോടെ ബന്ധുരയെ മിഴിച്ചു നോക്കി. രാവിലെ അവിചാരിതമായിട്ടാണ് മാളൂട്ടിയുടെ കഴുത്തിൽ കിടന്ന മാലയിൽ ഇന്ദുലേഖ ശ്രദ്ധിച്ചത്. സ്വർണമാല അവിടെ വെളുത്തു തുടങ്ങിയിരിക്കുന്നു. ഉറപ്പുവരുത്താനായി ഇന്ദുലേഖ മാളൂട്ടിയും എടുത്തുകൊണ്ട് വരാന്തയിലെ വെളിച്ചത്തേക്ക് വന്നു. ഈശ്വര, ഇത് സ്വർണമാലയല്ല, പൂശുമാലയാണ്. അമ്മേ, ശ്യാമളെ! അവൾ ഉറക്കെ വിളിച്ചു. ജാനമ്മയും ശ്യാമളയും വരാന്തയിലേക്ക് ചെന്നു. മാളൂട്ടിയുടെ സ്വർണമാല ആരും എടുത്തു മാറ്റിയിട്ട് പൂശുമാല വാങ്ങിയിട്ടതാ. ഇന്ദുലേഖയ്ക്ക് കരച്ചിൽ വന്നു. ഇവിടുന്ന് ആര് വന്ന് എടുത്തു മാറ്റാനടി ഇന്ദു? നീ അനാവശ്യം പറയാതെ. ജാനമ്മ ദേഷ്യപ്പെട്ടു. സത്യം പറയ്, നിങ്ങൾ രണ്ടാളും അറിയാതെ മാല പോകില്ല. നിങ്ങൾ എടുത്തതാ. മര്യാദയ്ക്ക് മാല തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇന്ദുലേഖ ദേഷ്യത്താലും സങ്കടത്താലും വിളിച്ചു പറഞ്ഞു. ഹോ പട്ടിച്ചി! ജാനമ്മ അവൾക്ക് നേരെ ഈറ്റപ്പുലിയെ പോലെ ചീറി. ഞാനും എന്റെ മക്കളും കള്ളികളാണെന്നല്ലടി നീ പറഞ്ഞതിന്റെ അർത്ഥം? അന്തസ്സുള്ള കുടുംബമാണടി ഞങ്ങളുടേത്. ആരുടെയും കട്ടും മോട്ടിച്ചും ജീവിക്കുന്നവരല്ല ഞങ്ങള്. ജാനമ്മ കളി തുള്ളിക്കൊണ്ട് ഇന്ദുലേഖയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യം നീ നിന്റെ ചേട്ടത്തിയോട് ചെന്ന് പറ, പൂശുമാല തന്ന് പറ്റിക്കരുതെന്ന്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതിയടി, ഞങ്ങൾ അങ്ങ് ക്ഷമിക്കും. പക്ഷെ ഇത് ഞങ്ങളെ കൂടി നാണം കെടുത്തു വരുന്നു. സ്വർണമാല എന്ന് പറഞ്ഞ് മുക്കാ ചക്രത്തിന്റെ പൂശുമാല തന്ന് നെകളിക്കുന്നോടി. ജാനമ്മ ഉറഞ്ഞു തുള്ളി. അമ്മയുടെ സമയോചിതമായ ബുദ്ധി സാമർത്ഥ്യത്തിൽ ശ്യാമളയ്ക്ക് സന്തോഷമുണ്ടായി. ശരിയാ, ഇത് പൂശുമാല തന്നെയാ. മാല പിടിച്ചു നോക്കിയിട്ട് ശ്യാമള ഇന്ദുലേഖയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നാലും എന്റെ എന്തു, നിന്റെ ചേച്ചി ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ. ബാങ്കിലാണത്ര ജോലി. എന്നിട്ടാ കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേരാത്ത വൃത്തികൾ കാണിച്ചിരിക്കുന്നത്. അറപ്പ് തോന്നടി ഇന്ദു. ഇന്ദുലേക്ക് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇവർ പറയുന്നതിലും വാസ്തവം ഉണ്ടാവുമോ? എടി ഇന്ദു! ജാനമ്മ വെടിപൊട്ടും പോലെ വിളിച്ചു. അവൾ പരിഭ്രമത്തോടെ മുഖമുയർത്തി. ചെല്ലടി, ചെല്ല്. ഈ മാല നിന്റെ ചേച്ചിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക്. എന്നിട്ട് മര്യാദയ്ക്ക് സ്വർണ്ണമാല മേടിച്ചുകൊണ്ട് വന്നാ മതി. ചെല്ലടി അസ്തേ! ജാനമ്മ അലറും പോലെ പറഞ്ഞു. അത് ശരിയാണെന്ന് ഇന്ദുലേഖയ്ക്കും തോന്നി. സുന്ദരിച്ചി തന്നെ ചതിക്കുകയായിരുന്നു. ഇന്ദുലേഖ അപ്പൊ തന്നെ വേഷം മാറി മാളൂട്ടിയെ എടുത്ത് ബന്ധുരയുടെ വീട്ടിലേക്ക് പോയി. ഇന്ദുലേഖ നടന്നു നീങ്ങുന്നത് കണ്ട് ജാനമ്മയും ശ്യാമളയും വിജയഭാവത്തിൽ പുഞ്ചിരിച്ചു. ബന്ധുര ഓർമ്മകളുടെ ഓളപ്പരപ്പിൽ മുങ്ങിയും താഴ്ന്നും ഒഴുകി നീങ്ങുകയായിരുന്നു. ബാലചന്ദ്രനെ കുറിച്ച് മാത്രമായിരുന്നു അവളുടെ ചിന്ത. കുഞ്ഞ് നിർത്തലില്ലാതെ കരയുന്നത് അവൾ കേട്ടില്ല. ബന്ധുരെ, കുഞ്ഞു കരയുന്നത് കേട്ടില്ലേ? ദേവികമ്മ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മുറ്റത്തു നിന്നും ആരുടെയോ ശബ്ദം കേട്ടു. ഇവിടെ ആരുമില്ലേ? അത് കേട്ട് ദേവികമ്മ പറഞ്ഞു. ഇന്ദുവിന്റെ ശബ്ദം പോലെ തോന്നുന്നുള്ളൂടി ബന്ധുരെ. അത് കേൾക്കാതെ ബന്ധുര കുഞ്ഞിനെ ഉറക്കാനായി ആട്ടുതൊട്ടിൽ മെല്ലെ ആട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി കിടക്ക? അമ്മേ! വീണ്ടും മുറ്റത്തു നിന്നും ഉറക്കെയുള്ള ശബ്ദം. ദേവികമ്മ വേഗം വാതിൽക്കിലേക്ക് ചെന്നു. കടമൽ കുത്തിയതുപോലെ വീർത്തു കെട്ടിയ മുഖവുമായി മുറ്റത്ത് നിൽക്കുകയാണ് ഇന്ദുലേഖ. ദേവികമ്മ വരാന്തയിലേക്ക് ഇറങ്ങി ചെന്നു. ഇന്ദുലേഖ ബന്ധുരയുടെ കുഞ്ഞിനെ കാണാൻ വന്നതാണെന്നാണ് ദേവികമ്മ കരുതിയത്. നീ എന്താണ് വഴിയാത്രക്കാരിയെ പോലെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ദേവികമ്മ ചോദിച്ചു. എനിക്ക് ഉദ്യോഗം പത്രാസൊന്നും ഇല്ലല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം, അവൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു. എന്താടി ഇന്ദു, നിനക്ക് ഞങ്ങളൊക്കെ കാണുമ്പോഴേ ഉള്ളോ ഈ കലികയറ്റം? ദേവികമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് മാളൂട്ടി എടുത്തു. മോളെ മാളൂട്ടി, എന്റെ മോളു, നീ നിന്റെ അമ്മയുടെ സ്വഭാവമൊന്നും കാണിക്കരുത് കേട്ടോ. അവർ മാളൂട്ടിയുടെ നെറുകയിൽ ഉമ്മ വെച്ചു. എന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മൂത്ത മോളുടെ സ്വഭാവം ആർക്കും കിട്ടാതിരുന്നാ മതി, ഇന്ദുലേഖ കടുപ്പിച്ചു പറഞ്ഞു. ഇവളോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് ദേവികമ്മ മാളൂട്ടിയും കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി. അമ്മേ, ബന്ധുരിച്ചി ഒന്ന് വിളിച്ച്. ഇന്ദുലേഖയുടെ ആജ്ഞാസ്വരം ദേവികമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ തിരിഞ്ഞു നിന്നു. എടി ഇന്ദു, ഇവിടെ പ്രസവിച്ചു കിടക്കുന്നത് നിന്റെ ചേച്ചി തന്നെയാ. ഒരിക്കൽ നിന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തന്ന നിന്റെ ബന്ധുരേച്ചി, അത് മറക്കണ്ട. ഓ, എന്തോ ആവശ്യങ്ങൾ സാധിച്ചു തന്നെന്നാ അമ്മ പറയണത്? തന്നെങ്കിൽ തന്നെ വെറുതെ അല്ലല്ലോ.
എനിക്കൂടി അവകാശപ്പെട്ട തറവാടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടല്ലേ എന്തേലും ചെയ്തിട്ടുള്ളത്? ഇന്ദുലേഖ തെല്ലി ശബ്ദമുയർത്തി ചോദിച്ചു. ദേഷ്യവും സങ്കടവും ഉള്ളിൽ തിങ്ങി വിങ്ങിയതിനാൽ വാക്കുകൾ ദേവകിയമ്മയുടെ തൊണ്ടയിൽ കുടുങ്ങി. ബന്ധുര അകത്ത് കിടന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളെല്ലാം കേട്ടിട്ടും ഒന്നും കേട്ടതായി നടിച്ചില്ല. എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? ഉദ്യോഗക്കാരിയെ കുറിച്ച് പറഞ്ഞപ്പോ നാവിറങ്ങിപ്പോയോ? ഇന്ദുലേഖ ചോദിച്ചു. ദേവകിയമ്മ അടിമുടി ഉറച്ചു. ബന്ധുരയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഓർത്തപ്പോൾ ഒന്ന് പൊട്ടിക്കരയാനാണ് ദേവകിയമ്മയ്ക്ക് തോന്നിയത്. ഇന്ദുലേഖ വന്നിരിക്കുന്നത് തന്റെ ഹൃദയം കീറി മുറിക്കാനാണ്. നീ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോടി. ദൈവമേ, ഇങ്ങനെ ഒരെണ്ണത്തിന് എനിക്ക് പ്രസവിക്കേണ്ടി വന്നല്ലോ. കടുത്ത സങ്കടത്തോടെയും നിരാശയുടെയും ദേവകിയമ്മ നെഞ്ചുരുകി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വേച്ച് വേച്ച് നടന്നു. ബന്ധുര കിടക്കുന്ന മുറിയിലെത്തിയതും അവർ മാളൂട്ടിയെ നിലത്ത് നിർത്തി. ബന്ധുര മെല്ലെ കൈനീട്ടി മാളൂട്ടിയെ ചേർത്ത് നിർത്തി. തൊട്ടുപോകരുത് എന്റെ കൊച്ചിനെ. ഉടനെ അവിടേക്ക് പാഞ്ഞു വന്ന ഇന്ദുലേഖ പറഞ്ഞു. പിന്നെ എന്തോന്നിനാടി ഇതിനെ തള്ളി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? നിന്നെ ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചോ? ഓടി പോ. ദേവകിയമ്മ കോപതാപങ്ങളാൽ ജ്വലിക്കുകയായിരുന്നു. സ്വന്തം ഭർത്താവിന്റെ മരണം വഴി മുഴങ്ങുന്നതും കാതോർത്ത് ഒരു ദുഃഖസാഗരം മുഴുവൻ ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു ബന്ധുര. അതിനിടയിൽ വീണ്ടും സങ്കടപ്പെടുത്തുവാനാണ് ഇന്ദുലേഖ വന്നിരിക്കുന്നതെന്ന് ഓർത്തപ്പോ ദേവകിയമ്മയ്ക്ക് താങ്ങാനായില്ല. രോഗം തന്നെ വന്നത്, അല്ലാതെ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല. അവൾ അതും പറഞ്ഞ് കയ്യിൽ പൊതിഞ്ഞു വെച്ച മാല എടുത്തു നീട്ടി. സ്വർണ്ണമാലയാണെന്ന് പറഞ്ഞേ പൂശുമാല തന്നെ അറിയില്ലെന്ന് കരുതിയോ? നോക്ക് അമ്മയുടെ മൂത്ത മോളിലെ കുബുദ്ധി. ഇന്ദുലേഖയുടെ വാക്കുകേട്ട് ദേവകിയമ്മയും ബന്ധുരയും സ്തബ്ധരായി. വീണ്ടും ഇന്ദുലേഖയുടെ പരുഷമായ വാക്കുകൾ. നാണല്ലേ സ്വന്തം അനുജത്തിയെ ചതിക്കാൻ? വിശ്വജിത്തിന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാനാ നാണം കിട്ടത്. മര്യാദയ്ക്ക് ഇതിന് പകരം സ്വർണ്ണമാല തന്നില്ലെങ്കിലുണ്ടല്ലോ, ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. തന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യുമടി? ഇവൾ ഇത്രയും ഒക്കെ ചെയ്തത് പോരാഞ്ഞിട്ടാണോടി എവിടെ വന്ന എന്റെ മോളെ കുത്തി നോക്കുന്നത്? ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട. നിന്നെ എനിക്ക് കാണുകയും വേണ്ട. പോയിക്കോ പോ. ദേവകിയമ്മ കരയുകയായിരുന്നു. അമ്മേ. ഒടുവിൽ എപ്പോഴോ ബന്ധുര തീരെ നേർത്ത സ്വരത്തിൽ വിളിച്ചു. വേണ്ട ബന്ധുരെ, എനിക്ക് ഇങ്ങനെ ഒരു മകളും നിനക്ക് ഇങ്ങനെ ഒരു അനുജത്തി ഇല്ലാന്ന് കരുതിക്കോ. വിഷപ്പാമ്പിനാണ് മോളെ നീ പാല് കൊടുത്തത്. ദേവികമ്മ ഭിത്തിയിൽ തലതല്ലിക്കരഞ്ഞു. അമ്മേ, എന്താ കാണിക്കണത്? ബന്ധുര പാഞ്ഞു ചെന്ന് ദേവികമ്മയെ പിടിച്ചു മാറ്റി. ഇന്ദുലേഖ കയ്യിലിരുന്ന മാല ബന്ധുരയുടെ നേരെ എറിഞ്ഞു. ഈ അഭിനയമൊന്നും കണ്ടേ എന്റെ മനസ്സറിയില്ല. എനിക്ക് സ്വർണ്ണമാല കിട്ടിയേ പറ്റൂ. തന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞതും ഇന്ദുലേഖ ഒരു കുതിപ്പിൽ ബന്ധുരയുടെ താലിമാലയിൽ പിടുത്തമിട്ടു. പൂശുമാലയ്ക്ക് പകരം എനിക്ക് ഇത് മതി. ഞാൻ ഇത് കൊണ്ടുപോകും. അവൾ താലിമാല വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയതും ബന്ധുര ശക്തിയിൽ ഇന്ദുലേഖയുടെ മുഖം അടിച്ചു. തുടരെ തുടരെ. അങ്ങനെ ഒരു നീക്കം ബന്ധുരയിൽ നിന്നും അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കണ്ണുകളിൽ അന്ധകാരം പടരുന്നതുപോലെ അവൾക്ക് തോന്നി. നിനക്ക് എന്റെ താലിമാല വേണം അല്ലേടി? നിന്റെ ഓരോ തോന്നിയാസങ്ങളും ക്ഷമിക്കുമ്പോ നീ വീണ്ടും ദ്രോഹിക്കാൻ വരുന്നോടി. നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ ചീഞ്ഞ സംസ്കാരം ഇവിടെ എടുത്തേക്കരുത്. ഇത് ബാലചന്ദ്രൻ സാറിന്റെ വീടാ. ഈ വീടിന് ഒരു പരിശുദ്ധിയുണ്ട്. അത് കളങ്കപ്പെടുത്താനായി വീട്ടിൽ ഇവിടെ വന്നു പോരുത്. ബന്ധുര ഭദ്രകാളിയെ പോലെ ചീറി. ഞാൻ കാണിച്ചു തരാടി. എന്നെ ചതിച്ചിട്ട് സുഖിച്ചു വാഴാമെന്ന് കരുതണ്ടടി. ഇപ്പൊ ദേവനാരായണൻ ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതിനു പകരം ദേവേട്ടനെ കൊണ്ട് ഞാൻ തീർത്തോളാം. ഇന്ദുലേഖയെ വെല്ലുവിളിച്ചിട്ട് മാളൂട്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവൾ പറഞ്ഞത് കേട്ടോ അമ്മേ, ഞാൻ ചതിച്ചെന്ന്. സ്വർണ്ണമാലയ്ക്ക് പകരം പൂശുമാല കൊടുത്തെന്ന്. എന്റെ കഴുത്തിൽ കിടന്ന മാലയാ ഞാൻ അവളുടെ കൊച്ചിന് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ബന്ധുരയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. നീ കരയാതെ ബന്ധുരെ. നീ കൊടുത്തത് സ്വർണ്ണമാലയാന്ന് എല്ലാവർക്കും അറിയരുതോ? ഇങ്ങനൊരു കള്ളം ചമച്ച് നിന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയ അത്രയും ആയല്ലോ എന്ന് കരുതി വന്നതാ. ഇത് ജാനമ്മയുടെ ബുദ്ധിയാ. ദേവകിയമ്മ അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും കൃഷ്ണപ്രിയ വന്നു. വന്നയുടനെ അവൾ ചോദിച്ചു, ഇന്ദു ചേച്ചി ഇവിടെ വന്നിട്ട് പോയതാണോ? അതെ, അവളുടെ കൊച്ചിന് കൊടുത്ത മാല പൂശുമാലയാണെന്ന്. അതിനു പകരം സ്വർണ്ണമാല കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ വഴക്കായിരുന്നു. ദേവകിയമ്മ പറഞ്ഞു. ബന്ധുര തലേണയിൽ മുഖം പൊഴുത്തി വിങ്ങി പൊട്ടി കരയുകയായിരുന്നു. ബന്ധുരേച്ചി. കൃഷ്ണപ്രിയ കട്ടിലിൽ അവൾക്കടുത്തിരുന്നു. ബന്ധുരേച്ചിയുടെ കയ്യിൽ നിന്ന് എന്തേലും അടിച്ചെടുക്കാൻ പുതിയ നമ്പറായി വന്നതാണ്. അവൾ മെല്ലെ പറഞ്ഞു. എന്നാലും കൃഷ്ണേ, ഒരു ജന്മം മുഴുവൻ സങ്കടപ്പെടാനുള്ളത് വേറെ എനിക്കുണ്ട്. അതിനിടയില് അതും സ്വർണം പൂശിയ മാല കൊടുത്ത് ഞാൻ അവളെ പറ്റിച്ചെന്ന്. എന്തിനാ കൃഷ്ണേ എന്നെ ഇങ്ങനെ ക്രൂശിക്കണത്? ബന്ധുര തേങ്ങളോട് ചോദിച്ചു. ആ മാല ചേച്ചിയെ കാണിച്ചോ? ആ മാല ബന്ധുരയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ദേവികമ്മ പറഞ്ഞു. എന്നിട്ട് ആ മാല എവിടെ? കൃഷ്ണപ്രിയ പെട്ടെന്ന് ചോദിച്ചു.
ഇവിടെ എവിടെയെങ്കിലും കാണും. അത് പറഞ്ഞ് ദേവികമ്മ നിലത്ത് കിടന്ന മാലയെടുത്തു. കൃഷ്ണപ്രിയ അത് വാങ്ങി പരിശോധിച്ചു. മധുരേച്ചി, ഇത് ചേച്ചിയുടെ മാലയല്ല, അതേ ഫാഷനിലുള്ള വേറൊന്നാ, ഇത് കണ്ടില്ലേ? കൃഷ്ണപ്രിയ മാല ബന്ധുരയുടെ നേരെ നീട്ടി. ബന്ധുരയും മാല വാങ്ങി നോക്കി. ശരിയാണല്ലോ കൃഷ്ണൻ, ഇത് ഇന്ദു മനഃപൂർവ്വം ചെന്ന് വഴക്കുണ്ടാക്കിയതാ. ബന്ധുര മാല തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണേലും ഇന്ദു ചേച്ചിയുടെ ഈ അഭ്യാസം ഇന്നത്തോടെ ഞാൻ തീർത്തുതരാം. നമ്മുടെ വീട്ടിൽ നിന്നുള്ള എല്ലാത്തിന്റെയും താമസം ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കും. കൃഷ്ണപ്രിയ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എടി കൃഷ്ണൻ, ഞാൻ അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ബന്ധുര വിളിച്ചു പറഞ്ഞു. കൃഷ്ണപ്രിയ അത് കേൾക്കാൻ നിൽക്കാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവൾക്ക് എല്ലാവരോടും അടക്കാനാവാത്ത കലി തോന്നി. കൃഷ്ണപ്രിയ വരുന്നത് ആദ്യം കണ്ടത് ശ്യാമളയാണ്. അവൾ ഓടിച്ചെന്ന് ജാനമ്മയെയും ഇന്ദുലേഖയെയും വിവരം അറിയിച്ചു. ദേ, അവള് വരുന്നുണ്ട്. ആ വായാടി കൃഷ്ണപ്രിയ. ഇന്ദു നല്ല 4 വർത്താനം പറഞ്ഞു വിട്ടേക്ക്. ഇവളൊരുത്തിയ ബന്ധുരയെ നിന്നിൽ നിന്ന് അകറ്റണത്. ശ്യാമള ഏഷണി കൂട്ടി. ഇനി വരട്ടെ, അവളോട് ചേർന്നോണ്ടാ എന്റെ കൊച്ചിന് പൂശുമാല കൊടുത്തത്. ഇന്ദുലേഖ രണ്ടും കൽപ്പിച്ച് വരാന്തയിലേക്ക് ചെന്നു. കൃഷ്ണപ്രിയ മുറ്റത്തൊരു നിമിഷം നിന്നു. പിന്നെ വരാന്തയിലേക്ക് കയറി. എന്താ ഇപ്പൊ ഇങ്ങോട്ട് വെട്ടിയെടുത്തത്? ഇന്ദുലേഖ പരുഷമായി ചോദിച്ചു. എന്താ, എനിക്കൂടെ അവകാശപ്പെട്ട വീട്ടിലേക്ക് എനിക്ക് വരാൻ പാടില്ല എന്നുണ്ടോ? ജാനമ്മയും ശ്യാമളയും വാതിലിന് മറഞ്ഞു നിന്നു. ബന്ധുരേച്ചിയുടെ അടുത്ത് പോയി ഭൂകമ്പം ഉണ്ടാക്കിയതുകൊണ്ടാവും ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ ഓടിക്കളഞ്ഞത് അല്ലേ? കൃഷ്ണപ്രിയ ഏഷ്യോടെ ചോദിച്ചു. ബന്ധുരേച്ചി തന്ന സ്വർണമാല മാറ്റിയിട്ട് അതേ ഫാഷനിൽ റോഡ് ഗോൾഡ് ചെയിനുണ്ടാക്കി കാണിച്ച മനസ്സിലാവില്ലെന്ന് കരുതിയോ? കൃഷ്ണപ്രിയ ബാഗിൽ നിന്ന് മാലയെടുത്ത് ഇന്ദുലേഖയ്ക്ക് നേരെ നീട്ടി. നോക്ക്, നല്ലോണം നോക്ക്. ബന്ധുരേച്ചി ഈ മാലയാണോ തന്നതെന്ന്? വിളക്കി ചേർത്ത മാലയാണെന്ന് പറഞ്ഞ് ഇന്ദു ചേച്ചി അന്ന് വഴക്കുണ്ടാക്കിയത് മറന്നുപോയോ? ഈ മാലയിൽ എവിടെയെങ്കിലും വിളക്കി ചേർത്ത പാടുണ്ടോന്ന് നല്ലോണം നോക്കിയേ. ഇന്ദുലേഖ കൃഷ്ണപ്രിയയുടെ കയ്യിൽ നിന്ന് മാല പിടിച്ചെടുത്ത് തിരിച്ചു മറിച്ചു നോക്കി. അതെ, ഇത് ബന്ധുരേച്ചി തന്ന മാലയല്ല. പറയ്, ബന്ധുരേച്ചി തന്ന ആ മാലയുടെ? കൃഷ്ണപ്രിയ ചോദിച്ചു. ഇന്ദുലേഖ ഉത്തരം കിട്ടാതെ സ്തബ്ധയായി. അവളുടെ മുഖത്ത് പ്രതിഫലിച്ച ഭാവമാറ്റം കണ്ട് ജാനമ്മയും ശ്യാമളയും നടുങ്ങി. കൃഷ്ണപ്രിയ ഇന്ദുലേഖയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. ഇന്ദു ചേച്ചിയുടെ വായിൽ നാവില്ലേ? ബന്ധുരേച്ചിയോട് വഴക്കുണ്ടാക്കാൻ ചെന്നപ്പോ 100 നാവായിരുന്നല്ലോ. ബന്ധുരേച്ചിയെ കളിയാക്കാൻ വേണ്ടി ഈ മാല എവിടുന്ന് കിട്ടി? കൃഷ്ണപ്രിയ ശബ്ദമുയർത്തി ചോദിച്ചു. ഇന്ദുലേഖയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. മാളൂട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല ആരോ അപഹരിച്ചിരിക്കുന്നു. അതിനു പകരം അതേ ഫാഷനിൽ ചെമ്പുമാല പണിയിപ്പിച്ച് പ്ലേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ തന്നെയുള്ളവരാണ് മാല എടുത്തിരിക്കുന്നത്. ഇന്ദു ചേച്ചി, കൃഷ്ണപ്രിയ ശബ്ദം താഴ്ത്തി വിളിച്ചു. ഇന്ദുലേഖ കുറ്റബോധത്തോടെ മുഖമുയർത്തി. ഇന്ദു ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് എനിക്കറിയാം. എനിക്ക് തയ്ച്ചു കിട്ടിയ കാശ് വരെ അടിച്ചു മാറ്റിയവരാ. ചേച്ചിയുടെ ഭർത്താവാണെങ്കിൽ ഈ വീട്ടിലെ ഓട്ടുമന്ത വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയെ ഇവിടുന്ന് ഓടിച്ചുവിടാൻ അമ്മായിയമ്മയും നാത്തൂനും ചേർന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അറിയാം. പക്ഷേ ഇത് അതിലും വലിയ വൃത്തികേടായിപ്പോയി. നിങ്ങളെല്ലാവരും ചേർന്ന് ബന്ധുരേച്ചിയെ പ്രതിക്കൂട്ടിൽ കയറ്റുമല്ലായിരുന്നു. കൃഷ്ണപ്രിയയ്ക്ക് ദേഷ്യവും സങ്കടവുമായിരുന്നു. പറ ഇന്ദു ചേച്ചി, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബന്ധുരേച്ചി തന്ന സ്വർണ്ണമാല എവിടെയാണെന്ന് എനിക്കറിയണം. അതിനു മുമ്പ് അറിയേണ്ടത് ഇതിൽ ഇന്ദു ചേച്ചിക്കുള്ള പങ്കാണ്. പറയ്, കൃഷ്ണപ്രിയ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ, എനിക്കൊന്നും അറിയില്ല. രാവിലെ നോക്കിയപ്പോഴാ മാല വെളുത്തിരിക്കുന്ന കണ്ടത്. ഇന്ദുലേഖ വിക്കി വിക്കി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ദു ചേച്ചി അറിയാതെ ഇവിടെയുള്ളവർ മാല എടുത്തിട്ടുണ്ടാവും. അതേ തരത്തിലുള്ള മാല തിരിച്ചു വെക്കുമ്പോ അവർ ഒരു കാര്യം മറന്നുപോയതാ, സ്വർണ്ണമാല വിളക്കി ചേർത്തതാണെന്ന്. ബന്ധുരേച്ചിയുടെ മുന്നിൽ കാണിച്ച അതേ ശൗര്യം അമ്മായിമ്മയോടും നാത്തൂനോടും കാണിക്കും. കൃഷ്ണപ്രിയ പറഞ്ഞതിനു മുമ്പ് ജാനമ്മയും ശ്യാമളയും കൃഷ്ണപ്രിയയുടെ മുന്നിലേക്ക് എത്തി. എടി എന്തിനാണ് നീ എന്താടി പറഞ്ഞത്? ഞാനും എന്റെ മോള് കള്ളികളാണെന്നോ? ജാനമ്മ കൃഷ്ണപ്രിയയ്ക്ക് നേരെ ചേറി. അങ്ങനെ തന്നെയാ തള്ളേ ഞാൻ പറഞ്ഞത്. ഈ മാല മാറ്റിയത് നിങ്ങൾ തള്ളേ മോളോ അല്ലെങ്കിൽ നിങ്ങളുടെ മകനായിരിക്കും. വേലയും പണിയില്ലാതെ നടക്കുമ്പോ മകളുടെ മാലയാണെന്ന് ഓർത്തു കാണില്ല. കൃഷ്ണപ്രിയ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. കേട്ടോടി ഇന്ദു, ഞങ്ങളെ മാത്രല്ല കള്ളിന്ന് വിളിച്ചത്, നിന്റെ ഭർത്താവിനെയാ അവള് കള്ളനാക്കുന്നത്. 2 പൊട്ടിക്കിളിയുള്ള കവളത്ത്. ജാനമ്മ ഇന്ദുലേഖയോടായി പറഞ്ഞു. ശ്യാമള ഇന്ദുലേഖയുടെ നേരെ തിരിഞ്ഞു. എടി ഇന്ദു, നീ നിന്റെ വീട്ടുകാരും കൊള്ളാലോടി. എന്റെ ആങ്ങളയുടെ കൊച്ചിന് വരവുമാല കൊടുത്തിട്ട് സ്വർണ്ണമാലയാക്കണ ബുദ്ധി കൊള്ളാം. വിശ്വനിങ്ങോട്ടൊന്ന് വരട്ടടി. എന്നെ അമ്മേനെയും കള്ളികളാക്കിയിട്ട് നിന്നെ സുഖമായിട്ട് ജീവിപ്പിക്കാൻ മതി. നീ നോക്കിക്കോ. ഇതിന് നിന്നെ കൊണ്ട് സമാധാനം പറയിച്ചില്ലേ എന്റെ പേര് ശ്യാമളല്ല എന്നല്ലടി. ശ്യാമള വെല്ലുവിളിച്ചു. ഇന്ദുലേഖയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വിശ്വം വന്ന എന്നെ പുളുത്തും.
കെട്ടുവനെ തല്ലി ഓടിച്ചിട്ട് വന്നിരിക്കുന്നു. നീ നിന്റെ തള്ളിയും കൂടിയാ എന്റെ മാല എടുത്തത്. ചുമ്മാതല്ല എന്റെ മോളോട് കുറച്ചു ദിവസമായി സ്നേഹം കൂടുതൽ കാണിച്ചത്. ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. രണ്ടും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇന്ദുലേഖ ശ്യാമളയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. അയ്യടി, അത് പറയാൻ നീ ആരാണ്ടടി? എന്റെ മകൻ അവകാശപ്പെട്ട വീട്ടിലാ ഞങ്ങള് താമസിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങി പോകണേല് അവൻ പറയട്ടടി, അല്ലാതെ ഒരു പട്ടിക്ക് ഞങ്ങളെ ഇറക്കി വിടാൻ പറ്റില്ല. ജാനമ്മ വിളിച്ചു പറഞ്ഞു. ഇതേതാളെ, അതൊക്കെ പിന്നത്തെ കാര്യം. നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും. അതിനു മുമ്പ് ബന്ധുരേശി തന്ന മാല തന്നേക്കണം. അതെല്ലേലുണ്ടല്ലോ, തള്ളേനെയും മോളെയും കമ്പിയോ എണ്ണിക്ക് ഞാൻ. മനസ്സിലായോ? കൃഷ്ണപ്രിയ ജാനമ്മയ്ക്ക് നേരെ ചേറി. ഹൂ, കമ്പിയോ എണ്ണിക്കാൻ നീ ആരാടി, മജിസ്ട്രേറ്റോ? ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് എന്നെ വെല്ലുവിളിക്കുന്നോടി ചെറ്റെ. ജാനമ്മ അവളെ അടിക്കാനായി കൈ ഉയർത്തി. പൊടുങ്ങനെ കൃഷ്ണപ്രിയ കയ്യിൽ കടന്നു പിടിച്ച് ശക്തിയിൽ തള്ളി. ജാനമ്മ മുറ്റത്ത് മലർന്നടിച്ചു വീണു. അയ്യോ, ഇവളെന്നെ കൊല്ലുന്നേ. വീണ്ടും ജാനമ്മയ്ക്ക് നേരെ തിരിഞ്ഞ കൃഷ്ണപ്രിയ ഒരു നിമിഷം സ്തബ്ധയായി. മുറ്റത്തേക്ക് കയറി വരുന്ന ദേവനാരായണൻ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് കൃഷ്ണപ്രിയയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവന്റെ കഴുകും കണ്ണുകൾ അവളുടെ കൊഴുത്തിരണ്ട മാറിടങ്ങളിലും പൊക്കിൾച്ചുഴിയിലും അടിവയറ്റിലുമൊക്കെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. എന്തോ നടി, പട്ടാളക്കാരൻ കല്യാണം കഴിച്ചപ്പോ നീ ഒന്നുകൂടെ കൊഴുത്തുപോയല്ലോടി പെണ്ണെ. അയാൾ ഒരു വഷളഞ്ചിരി ചിരിച്ചു. അവൾക്ക് അറപ്പും വെറുപ്പും തോന്നി. ഇവൾ എന്തൊക്കെയാണെന്നോ ഞങ്ങളെ പറഞ്ഞത്? ഞങ്ങള് മാളൂട്ടിയുടെ മാല മോഷ്ടിച്ച കള്ളികളാണെന്നും എന്നെ അമ്മേനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുമെന്നൊക്കെ പറഞ്ഞോട്ടാ അമ്മേനെ തള്ളി താഴെയിട്ടത്. ശ്യാമള ദേവനാരായണനോട് ചേർന്ന് നിന്നുകൊണ്ട് കള്ളക്കണ്ണീർ ഒലിപ്പിച്ചു. പരോളിലിറങ്ങിയ ദേവനാരായണന്റെ താവളം ഇവിടെയാണെന്ന് കൃഷ്ണപ്രിയയ്ക്ക് മനസ്സിലായി. അതെടി, മാല മോഷ്ടിച്ചത് നീയും നിന്റെ തള്ളയാണ്. നിന്നെക്കൊണ്ട് തന്നെ ആ മാല ഇടിപ്പിക്കും. അതുപോലെ നിന്റെ തള്ളയെ അടിച്ചിറക്കി ചാണവെള്ളം തളിച്ച് ഇവിടെ ശുദ്ധാക്കുകയും ചെയ്യും. കരുതിയിരുന്നോടി. പറഞ്ഞതും കൃഷ്ണപ്രിയ നടക്കാൻ തുടങ്ങി. പാവം, ബന്ധുരേച്ചിയെ ദൈവം പോലും കൈവിട്ടിരിക്കുന്നു. കൃഷ്ണപ്രിയ വിങ്ങുന്ന മനസ്സോടെ വേഗം വേഗം നടന്നു. ബാലചന്ദ്രൻ പുതുതായി നിർമ്മിച്ച വീടും സ്ഥലം വിൽക്കാൻ പ്യൂൺ രാഘവപിള്ളയെയാണ് ബന്ധുര ഏൽപ്പിച്ചിരുന്നത്. വലിയ പബ്ലിസിറ്റിയൊന്നും ഇല്ലാതെ രഹസ്യമായി വിൽപ്പന നടത്തണമെന്ന് രാഘവപിള്ളയോട് പ്രത്യേകം ചട്ടം കിട്ടിയിരുന്നു. രാഘവപിള്ള 2-3 ബ്രോക്കർമാരെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് പലരും വന്ന് കാണുകയും ചുളിവിൽ കിട്ടുമെന്ന് കരുതി വില വളരെ താഴ്ത്തി പറയുകയും ചെയ്തു. ഇനി വിലയുടെ കാര്യത്തിൽ നമുക്ക് വാശി വേണ്ട രാഘവേട്ട. വില കൂടുന്നത് വരെ കാത്തിരുന്ന എനിക്കെന്റെ ബാലചന്ദ്ര സാറിനെ നഷ്ടപ്പെട്ടാലോ? വേണ്ട രാഘവേട്ട, എനിക്കെന്റെ ബാലചന്ദ്ര സാറിനെ വേണം. എനിക്കെന്റെ മോന്റെ അച്ഛനെ വേണം. കിട്ടണ വിലയ്ക്ക് അത് വിറ്റേക്ക്. ബന്ധുര വിങ്ങിപ്പൊട്ടി. എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല ടീച്ചറെ. എങ്കിലും ടീച്ചറിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ. രാഘവപിള്ള ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. ബ്രോക്കർ ബിലീഫോസ് കൊണ്ടുവന്ന ഒരു കറിയാച്ച മുതലാളിയില്ലേ, അയാളാ ഇപ്പൊ വന്ന പാർട്ടികളിൽ കുറച്ചെങ്കിലും സത്യസന്ധമായ വില പറഞ്ഞത്. ടീച്ചറിന് സമ്മതമാണെങ്കിൽ നാളെ അവരുമായി ഞാൻ വരാം. ടീച്ചർ സംസാരിക്കേ. ശരി രാഘവേട്ട, എന്താണെങ്കിലും നാളെ വിൽപ്പന നടത്തണം. ഈ ആഴ്ച തന്നെ ബാലചന്ദ്ര സാറിനെ മദ്രാസിലേക്ക് കൊണ്ടുപോകണം. എങ്കിൽ ഞാൻ നാളെ വരാം ടീച്ചറെ. രാഘവപിള്ള യാത്ര പറഞ്ഞു പോയി. ആ രാത്രി അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ രാഘവേട്ടൻ ബ്രോക്കർ ഫിലിപ്പോസും കറിയാച്ച മുതലാളിയുമായി എത്തി. 5 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും കച്ചവടം ഉറപ്പിച്ചു. രാഘവപിള്ള നിങ്ങളുടെ അത്യാവശ്യം പറഞ്ഞുകൊണ്ടേ ഞാൻ വാങ്ങുന്നതിനേ ഉള്ളൂ. ഒരു 4 ലക്ഷത്തിൽ കൂടുതൽ ഈ വീടിന് കിട്ടില്ല. കറിയാച്ച മുതലാളി അതും പറഞ്ഞ് ബാഗ് തുറന്ന് നോട്ടുകെട്ടുകൾ എണ്ണാൻ തുടങ്ങി. 1 ലക്ഷം രൂപ ഇപ്പൊ അഡ്വാൻസ്. അടുത്ത ആഴ്ച ആധാരം ചെയ്യുമ്പോൾ ബാക്കി തുക എന്താ? കറിയാച്ച മുതലാളി ചോദിച്ചു. ബന്ധുര നിസ്സംഗതയോടെ മൂളിയതേ ഉള്ളൂ. കറിയാച്ച മുതലാളി രൂപ എണ്ണി തിട്ടപ്പെടുത്തി അവൾക്ക് നേരെ നീട്ടി. രൂപ വാങ്ങാൻ മുഖമുയർത്തിയ ബന്ധുര നടുങ്ങി വിറച്ചുപോയി. വീട്ടിലേക്ക് കയറി വരുന്ന ബാലചന്ദ്ര സാറിന്റെ അമ്മയും സഹോദരങ്ങളും. രൂപ വാങ്ങാൻ നീട്ടിയ ബന്ധുരയുടെ കൈ മെല്ലെ താഴ്ന്നു. ബാലചന്ദ്ര സാറിന്റെ അമ്മ മീനാക്ഷിയമ്മയും അനുജൻ രവീന്ദ്രനും സഹോദരി വാസന്തിയും ബന്ധുരയ്ക്ക് മുന്നിൽ ഒരു കോട്ട പോലെ നിന്നു. ബന്ധുര തളർന്നുപോയി. ബാലചന്ദ്ര സാറിന്റെ വീട്ടുകാരെ കണ്ട് ബന്ധുര ഭയന്നിരിക്കുകയാണെന്ന് രാഘവപിള്ളയ്ക്ക് മനസ്സിലായി. എന്താ ബന്ധുര ടീച്ചറെ നോക്കി നിൽക്കുന്നത്? രാഹുകാലത്തിന് മുമ്പ് രൂപ വാങ്ങിച്ചോളൂ. രാഘവപിള്ള ബന്ധുരയ്ക്ക് ധൈര്യം പകർന്നു. അതെ ടീച്ചറെ, ഇതാ അഡ്വാൻസ് വാങ്ങിക്കോളൂ. എനിക്കും പോകാൻ ലേശം തിടുക്കുണ്ട്. എടി, എന്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അത്. നീ എത്ര രഹസ്യമായ ഇടപാട് നടത്തിയാലും ഞാനും എന്റെ മക്കളും അറിയുമടി. നിന്റെ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഈ മീനാക്ഷി അമ്മയുടെ അടുത്ത് അതൊന്നും ചെലവാകില്ല. മീനാക്ഷി അമ്മ കോപതാപങ്ങളാൽ ജ്വലിച്ചു. എന്താ എന്താ ടീച്ചറെ കാര്യം?
ഇവരൊക്കെ ആരാ? ഇവർക്ക് എന്താ ഇവിടെ കാര്യം? കറിയാച്ച മുതലാളി ഒന്നും അറിയാതെ ചോദിച്ചു. ഞങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്നോ? എന്റെ മകന്റെ വീട് സ്ഥലം വാങ്ങാൻ താൻ ആരാടോ? കുറച്ച് പണം കയ്യിലുണ്ടെന്ന് കരുതി എന്റെ മകന്റെ സ്ഥലവും വീടും തട്ടിയെടുക്കാൻ വന്നാലുണ്ടല്ലോ, വന്നതുപോലെ തിരിച്ചു പോകില്ല. മീനാക്ഷിയമ്മ കറിയാച്ച മുതലാളിക്ക് നേരെ വിരൽ ചൂണ്ടി. ഓ, ഇപ്പൊ എനിക്കാ കുറ്റം. കറിയാച്ച മുതലാളി രാഘവൻ പിള്ളയ്ക്ക് നേരെ തിരിഞ്ഞു. എടോ രാഘവ പിള്ളേ, താനല്ലേടോ ഇന്ന് തന്നെ കച്ചവടം ഉറപ്പിക്കണമെന്ന് പറഞ്ഞത്? കറിയാച്ച മുതലാളി ദേഷ്യത്തിൽ ചോദിച്ചു. എന്റെ കറിയാച്ച മുതലാളി ഒന്ന് അടങ്ങ്. അതും പറഞ്ഞ് രാഘവപിള്ള മീനാക്ഷിയമ്മയെ നോക്കി. മീനാക്ഷിയമ്മ, വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാ ഈ വീട് സ്ഥലം വെക്കുന്നത്, അല്ലാതെ ആഗ്രഹം ഉണ്ടായിട്ടല്ല. അപ്പൊ താനാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് അല്ലേ? ഇത്ര നാളും താനെന്റെ ചേട്ടന്റെ വിശ്വസ്തനായി നടന്നിട്ട് ചതിക്കായിരുന്നു അല്ലടാ? ബാലചന്ദ്രന്റെ അനിയൻ രവീന്ദ്രൻ രാഘവപിള്ളയ്ക്ക് നേരെ മുറിവുറുത്തു. രവീന്ദ്ര, ഞാൻ ആരും ചതിച്ചിട്ടില്ല, ചതിക്കുകയില്ല. പിന്നെ താൻ എന്താണോ ചെയ്യണത്? സഹായിക്കണോ? ബാലേട്ടനില്ലാത്ത തക്ക് നോക്കി വീട് സ്ഥലവും വിറ്റ് പങ്കുവെക്കാനായിരുന്നല്ലോ രണ്ടിന്റെ പ്ലാൻ. രവി, മര്യാദയ്ക്ക് സംസാരിക്കണം. ബാലചന്ദ്ര സാർ പറഞ്ഞിട്ട് തന്നെയാ ഇത് വിൽക്കണത്. ഒടുവിൽ ബന്ധുര ശബ്ദിച്ചു. എന്നിട്ട് അയാൾ എവിടെടി, നിന്റെ ബാലചന്ദ്രൻ സാറ്? അയാളെന്നെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ? പറയടി, ബാലേട്ടൻ എവിടെ? രവീന്ദ്രൻ ആക്രോശിച്ചു. അതിന് മറുപടി പറയാനാവാതെ ബന്ധുര പതറി. അവൾ ദീനം ദീനം രാഘവപിള്ളയെ നോക്കി. പറയടി, ബാലേട്ടൻ എവിടെ? പറയാൻ. ബാലേട്ടൻ പോയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞില്ലേ? പറയ്, ബാലേട്ടൻ എവിടെ പോയതാണെന്ന്? രവീന്ദ്രൻ അലറുകയായിരുന്നു. ബാലേട്ടൻ ഡൽഹിയിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ബന്ധുര വിക്കി വിക്കി പറഞ്ഞു. കള്ളം, പച്ചക്കള്ളം. ഈ എന്നോടാണോ നീ വേലിറക്കുന്നത്? നിന്നോട് വഴക്കിട്ട് പിണങ്ങിപ്പോയിരിക്കുക. നീ പ്രസവിച്ച കുഞ്ഞ് ബാലേട്ടന്റെ അല്ല, അതുകൊണ്ടാ പിണങ്ങിപ്പോയത്. ഇത് ബാലേട്ടന്റെ കുഞ്ഞാണെങ്കിൽ ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആരെങ്കിലും പോകൂ? പറയടി, ഈ കുഞ്ഞിന്റെ തന്ത ആരാ? നീ ജോലി ചെയ്യുന്ന ബാങ്കിൽ ആരുടെയെങ്കിലും ആണോ? അതോ കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് നിനക്കും അറിയില്ലേ? തീക്ഷ്ണമായി അവളെ നോക്കിക്കൊണ്ട് രവീന്ദ്രൻ ചോദിച്ചു. ഉടനെ ബന്ധുരയുടെ വലതു കൈ രവീന്ദ്രന്റെ കവളിൽ ശക്തിയിൽ പറഞ്ഞു. നീ എന്ത് പറഞ്ഞടാ ചേറ്റെ? നിന്റെയൊക്കെ കുടുംബത്തിലെ സംസ്കാരമാണ് എനിക്കുള്ളതെന്ന് കരുതിയോടാ നീ? ബന്ധുര ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി. ബന്ധുരയിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുമെന്ന് അവൻ ഒരിക്കലും കരുതിയതല്ല. എല്ലാം കണ്ട് പരിഭ്രമിച്ചു നിന്ന കറിയാച്ച മുതലാളി പറഞ്ഞു. എവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരാം. അന്ന് വസ്തുവിന്റെ ആധാരം ചെയ്യാം. വാടക വിൽപ്പോച്ച. കറിയാച്ച മുതലാളി പോകാൻ ഇറങ്ങി. എടാ മുതലാളി, ഈ വീട് സ്ഥലവും വാങ്ങാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. എന്റെ മോൻ ബാലചന്ദ്രൻ വന്നിട്ട് മതി വിൽപ്പനയൊക്കെ. അതല്ല, ഞങ്ങളറിയാതെ ക്രയവിക്രയം നടത്താനാണ് ഭാവമെങ്കിൽ തന്റെ രൂപ കടലിൽ കളഞ്ഞതുപോലെ കരുതിക്കോ. മീനാക്ഷി അമ്മ വിളിച്ചു പറഞ്ഞു. ഈശ്വര, കയ്യിൽ വന്ന ഭാഗ്യവും വഴുതിപ്പോയല്ലോ. ബന്ധുര വർദ്ധിച്ച സങ്കടത്തോടെ തലയിൽ കൈ ചുരുട്ടി അടിച്ചു. നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? നീ എന്തിനാ ഇവിടെ നിൽക്കണത്? പോകണുണ്ടോ? പോയിക്കോ. നിങ്ങളൊക്കെ ഇന്നും ബാലചന്ദ്രൻ സാറിനെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതും അതിനായിരുന്നല്ലോ അല്ലേ? ബന്ധുര ദേഷ്യത്താലും സങ്കടത്താലും വിങ്ങിപ്പൊട്ടി. രാഘവപിള്ള വല്ലാത്ത ദുഃഖത്തോടെ കസേരയിലേക്ക് ഒരു തളർച്ചയോടെ ഇരുന്നു. അമ്മേ, ഇവിടെ പറഞ്ഞു കേട്ടില്ലേ ബാലേട്ടനെ നമ്മൾ ദ്രോഹിക്കായിരുന്നെന്ന്? വാസന്തി പിന്നെ ബന്ധുരയ്ക്ക് നേരെ തുറച്ചു നോക്കി. അയ്യടി, നീ ബാലേട്ടനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കല്ലായിരുന്നു? അതേടി, ബാലേട്ടനെ ഞാൻ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാരും ബാലചന്ദ്ര സാറിന് ഒരു കറവ പശുവിനെ പോലെ കണ്ടപ്പോ ഞാൻ ആ മനസ്സിന്റെ നന്മയാ കണ്ടത്. ബന്ധുര ശബ്ദമുയർത്തി കരച്ചിൽ പോലെ പറഞ്ഞു. ബാലേട്ടനോടുള്ള നിന്റെ സ്നേഹം ഞങ്ങളിപ്പോ നേരിട്ട് കണ്ടതല്ലേ? ബാലേട്ടനെ ഓടിച്ചു വിട്ടിട്ടേ സ്വത്തടിച്ചു മാറ്റണ സ്നേഹം. ബാലേട്ടന്റെ സ്വത്തെല്ലാം വിറ്റിട്ട് ഏതവന്റെ കൂടെ പോകാനായിരുന്നടി നിന്റെ പ്ലാൻ? വാസന്തി പറഞ്ഞതും ബന്ധുര കൈ ഉയർത്തി അവളുടെ കവളിൽ ഒന്ന് പൊട്ടിച്ചു. ചി, വൃത്തികെട്ടവളെ, തോന്നിയസം പറയുന്നോടി. ബന്ധുരയുടെ ശബ്ദം അല്ലാതെ ഉയർന്നു. എടി ഇന്ദിരവളെ, നീ എന്റെ മക്കളെ തല്ലും അല്ലേടി? ഇന്ന് ഞാൻ. മീനാക്ഷി അമ്മ അങ്കക്കളിയോടെ ബന്ധുരയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ബാലചന്ദ്ര സാറിന്റെ ചികിത്സക്കുള്ള പണം കൈവിട്ടുപോയതിലുള്ള സങ്കടവും ദേഷ്യവും ബന്ധുരയെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൾ അടുക്കളയിലേക്ക് ഓടി. തിരികെ വന്നത് വെട്ടുകത്തിയുമായിട്ടാണ്. പൊയ്ക്കോണം, ഒറ്റ എണ്ണത്തിന് എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോകരുത്. ബന്ധുര മീനാക്ഷി അമ്മയ്ക്ക് രവീന്ദ്രനും വാസന്തിക്ക് നേരെ വെട്ടുകത്തി വീശി. ഇനി നിങ്ങളുടെ ഒന്നും സ്നേഹം ബാലചന്ദ്ര സാറിന് വേണ്ട. വേണ്ട, പൊയ്ക്കോ, പോകാൻ. ബന്ധുരയുടെ മട്ടും ഭാവം കണ്ട് മീനാക്ഷിയമ്മയും വാസന്തിയും ഭയവിഹുലതയോടെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. എടാ രവി, വാടാ, അവക്ക് ഭ്രാന്താ, മുഴു ഭ്രാന്ത്. മീനാക്ഷിയമ്മ ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. അതെ, ഭ്രാന്ത, എനിക്ക് മുഴു ഭ്രാന്ത.
ബന്ധുര രവീന്ദ്രന്റെ മുന്നിലേക്ക് ചെന്നു. ഇപ്പൊ ഞങ്ങൾ പോകുവാടി, പക്ഷെ ഇനിയും ഞാൻ വരും. ബാലേട്ടന്റെ സ്വത്തിന് ഒരു ചില്ല് കാശ് പോലും നിനക്ക് കിട്ടില്ലടി. രവീന്ദ്രനും വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവൾ പോകുന്നത് നോക്കി നിൽക്കെ ബന്ധുരയുടെ നിയന്ത്രണം തകർന്നുപോയി. രാഘവേട്ട, എന്റെ ബാലചന്ദ്രൻ സാറിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല രാഘവേട്ട. എന്റെ ബാലചന്ദ്രൻ സാർ ചികിത്സയ്ക്കുള്ള പണവുമായി ഞാൻ ചെല്ലുന്നതും കാത്ത് വഴിക്കണ്ണുമായി അവിടെ ഉണ്ടാവും. ഞാൻ ഇനി എന്ത് ചെയ്യും രാഘവേട്ട? അവൾ നെഞ്ചു തകർന്ന് കരഞ്ഞു. ബന്ധുരയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ രാഘവപിള്ള വിതുമ്പി. കൃഷ്ണപ്രിയ ടൗണിലെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന കടകളിലെല്ലാം കയറി. എത്ര പവന്റെ സ്വർണം വാങ്ങാനാ? അവളോട് കടക്കാരൻ തിരക്കി. 1 പവന്റെ മാല മതി. പുതിയത് വാങ്ങിയ ഒത്തിരി രൂപയാകും. അതുകൊണ്ടാ പഴയത് വാങ്ങുമെന്ന് കരുതിയത്, അവൾ പതിയെ പറഞ്ഞു. കടക്കാരൻ 1 പവൻ തൂക്കമുള്ള ആഭരണങ്ങൾ കാണിച്ചു കൊടുത്തു. കൃഷ്ണപ്രിയ പെട്ടിക്കുള്ളിലെ മാലയ്ക്കുള്ളിൽ ബന്ധുരേച്ചിയുടെ മാല തിരഞ്ഞു. അതിനുള്ളിൽ ആ മാല ഇല്ലായിരുന്നു. അവൾ അതൊന്നും ഇഷ്ടപ്പെടാത്ത മട്ടിൽ പോകാൻ തുടങ്ങിയപ്പോ കടക്കാരൻ പറഞ്ഞു, അപ്പുറത്തെ കടയും ഞങ്ങളുടെ തന്നെയാ. അവിടെ ഇതിലും കൂടുതൽ ഫാഷനിലുള്ള ഓർണമെന്റ്സ് ഉണ്ട്. ഒന്ന് നോക്കിയിട്ട് പോ. കൃഷ്ണപ്രിയ സമ്മതത്താൽ തലയിലക്കിയിട്ട് അയാൾ പറഞ്ഞ കടയിലേക്ക് കയറി. കൃഷ്ണപ്രിയ ആഭരണങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മാലയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. അവൾ വേഗം ആ മാല എടുത്ത് പരിശോധിച്ചു. അതെ, ഇത് ബന്ധുരേച്ച് കൊടുത്ത മാലയാണ്. മാല പൊട്ടിയിട്ട് വിളക്കി ചേർത്ത ആ മാല. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ മാലയുമായി കടയുടമയുടെ അടുത്ത് ചെന്നു. ഈ മാല മതി, അവൾ പറഞ്ഞിട്ട് വെറുതെ ചോദിച്ചു. ഇത് ആര് തന്ന മാലയാ? കണ്ടിട്ട് കുറെ പഴക്കമുള്ള പോലെ തോന്നുന്നില്ലോ. അയാൾ ആ മാലയെടുത്ത് സൂക്ഷ്മമായി നോക്കിയിട്ട് പറഞ്ഞു, ഓ, ഇതാ ഫോട്ടോഗ്രാഫർ വിശ്വജിത്തിന്റെ പെങ്ങള് വിറ്റിട്ട് പോയതാ. ഇത്രയും പഴയത് ഞങ്ങൾ സാധാരണ വാങ്ങാറില്ലാത്തതാ. വിശ്വജിത്തുമായുള്ള പരിചയം കൊണ്ട് വാങ്ങിയേ ഉള്ളൂ, അയാൾ പറഞ്ഞു. ഇതൊന്ന് മാറ്റി വെച്ചേക്ക്. ഞാൻ കൊണ്ടുവന്ന രൂപ തികയില്ല. വീട്ടിൽ പോയി ബാക്കി രൂപ കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് വാങ്ങിക്കോളാം. ശരി, മാറ്റി വെച്ചേക്കാം. കൃഷ്ണപ്രിയ വാതിൽക്കലോളം ചെന്നിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. വേറെ ആർക്കും കൊടുത്തേക്കല്ലേ, ഞാൻ ഉടനെ രൂപയുമായി വരും. കൊടുക്കില്ല, ധൈര്യമായി പൊക്കോളൂ. കൃഷ്ണപ്രിയ പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. SI സ്റ്റേഷനിലുണ്ടായിരുന്നു. അവൾ SIയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ബന്ധുരയുടെ ഇന്നത്തെ അവസ്ഥയും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് SI പറഞ്ഞു, ശരി, ഇപ്പൊ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം. ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോ. കൃഷ്ണപ്രിയ പരാതി എഴുതി കൊടുത്തിട്ട് നേരെ പോയത് ഇന്ദുലേഖയുടെ അടുത്തേക്കാണ്. അവളെ കണ്ടതും തുണി അലക്കിക്കൊണ്ടിരുന്ന ജാനമ്മ കാറി തുപ്പി. ആ, എന്താടി, ഞങ്ങൾ ഏതാണ്ട് ഒലത്തുമെന്ന് പറഞ്ഞ് പോയതാണല്ലോ. എന്താ, ഒലത്താൻ വന്നതാണോടി? കൃഷ്ണപ്രിയ അവരെ നോക്കി പുച്ഛത്തെ ചെറിയോട്ടി. അവൾ തെല്ല അധികാരത്തോടെ വരാന്തയിലേക്ക് കയറി. ഇന്ദുലേഖ എന്തോ പറയാൻ തുടങ്ങിയതും ഒരു പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്നു. SIയും പോലീസുകാരും മുറ്റത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോ ഇന്ദുലേഖ ഭയന്ന് വിറച്ചു പോയി. പോലീസുകാരെ കണ്ട് ജാനമ്മ വീടിനകത്തേക്ക് ഓടി. ദേവാ, എടാ ദേവാ, എനിക്ക് ദേ പോലീസുകാർ വരുന്നു. നീ ഓടി രക്ഷപ്പെട്ടോ, നിന്നെ പിടിക്കാൻ വന്നതാ, ജാനമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു. ദേവനാരായണൻ പിടഞ്ഞെണീറ്റു. അപ്പോഴേക്കും SIയും പോലീസുകാരും വരാന്തയിലേക്ക് കയറി. ദേവനാരായണൻ വീടിന്റെ പിൻവശത്തുകൂടി ഓടി. നോക്കിക്കോടി, ദേവനാരായണനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാ നിന്നെ അവൻ വെച്ചേക്കില്ല. ജാനമ്മ കൃഷ്ണപ്രിയയുടെ അടുത്ത് ചെന്ന് പിറുപിറുത്തു. കൃഷ്ണപ്രിയ അവരെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. ആരാടി? ശ്യാമള. SIയുടെ ശബ്ദം കേട്ട് ജാനമ്മയും ശ്യാമളയും നടുങ്ങി വിറച്ചു. ജാനമ്മ ഒരു കരച്ചിലൂടെ SIയുടെ മുന്നിലേക്ക് ചെന്നു. എന്റെ പൊന്നു സാറന്മാരെ, ആ ദേവനാരായണന് ഞാനും എന്റെ മോളും അല്ല ഇവിടെ ഒളിപ്പിച്ച് താമസിച്ചിരിക്കുന്നത്. ദേ അവളാ, ഇന്ദുലേഖ. SI ജാനമ്മയെ തുറച്ചു നോക്കി. ശ്യാമള ആരാണെന്നോ തള്ളെ ചോദിച്ചത്, അല്ലാതെ ഇവിടെ താമസിക്കുന്നതിന്റെ കാര്യമല്ല. അത് കേട്ടതും ശ്യാമളയുടെ ഉള്ളൊന്ന് കാളി. തന്നെ കമ്പിയൊഴി എണിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് അന്ന് കൃഷ്ണപ്രിയ പോയത് അവൾ ഓർത്തു. ദൈവമേ, താൻ മാല വിറ്റ കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ടാവുമോ? ശ്യാമള മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും കൃഷ്ണപ്രിയ വിളിച്ചു പറഞ്ഞു, സാറേ, അവളാണ് ശ്യാമള. അത് കേട്ടതും പോലീസുകാർ അവൾക്ക് പിന്നാലെ ചെന്നു. അവിടെ നിൽക്കടി, മാല മോഷ്ടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. പോലീസുകാർ ശ്യാമളയെ പിടിച്ചുകൊണ്ട് വരാന്തയിലേക്ക് വന്നു. അയ്യോ, എന്റെ പൊന്നു സാറന്മാരെ, എന്റെ മോൾ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ജാനമ്മ അനമുറയിട്ട് കരയാൻ തുടങ്ങി. കിടന്ന് മോങ്ങാതെ തള്ളേ, നിങ്ങളുടെ മകള് മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾ തെളിയിച്ചോളാം. SI പിന്നെ കൃഷ്ണപ്രിയക്ക് നേരെ തിരിഞ്ഞു. ആരുടെ മാലയാ പോയത്? ഇത് എന്റെ ചേച്ചിയാ, ചേച്ചിയുടെ മോളുടെ മാലയാ. ആ, നിങ്ങളുടെ മാലയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവള് വിറ്റ കടയിൽ തന്നെ മാലയുണ്ട്. SI ഇന്ദുലേഖയോട് പറഞ്ഞിട്ട് ശ്യാമളയെ രൂക്ഷമായി നോക്കി. നടക്കടി പട്ടി കഴിവറുടെ മോളെ.
എന്റെ പൊന്നു സാറന്മാരെ, എന്നൊന്നും ചെയ്യല്ലേ. ഈ കൃഷ്ണപ്രിയ എന്നോടുള്ള വിരോധം തീർക്കാൻ ചെയ്ത പണിയായിരിക്കും. അതല്ലേ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഇവള് ഇന്ദു മാല മാറ്റിയതാവും. ശ്യാമള കരഞ്ഞുകൊണ്ട് ജീപ്പിലേക്ക് കയറി. എന്റെ മോളെ കൊണ്ടുവരുതേ, അവൾ ആരുടെ മാല മോട്ടിച്ചിട്ടില്ലേ? ജാനമ അലറി കരഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തേക്ക് ഓടി. അപ്പോഴേക്കും ജീപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. മുടിഞ്ഞു പോകത്തള്ളോടി നീ. എന്റെ മോളെ കള്ളക്കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് നീ പുഴുത്തു നവരക്കിക്കുമടി. ജാനമ്മ കൃഷ്ണപ്രിയയെ ശപിച്ചു. ആരാന്നറിയിക്കണമെന്ന് നമുക്ക് കാണാതല്ലേ. ബന്ധുരേച്ചി തന്ന സ്വർണ്ണമാല തട്ടിയെടുത്തതും പോരാഞ്ഞിട്ട് ബന്ധുരേച്ചിയെ കള്ളിയും കൂടിയാക്കും തള്ളേ മോളും അല്ലേ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ, എല്ലാത്തിനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ചാണവെള്ളം തളിക്കും തള്ളേ. കൃഷ്ണപ്രിയ രണ്ടും കൽപ്പിച്ചായിരുന്നു വന്നത്. എന്റെ മകൻ വിശ്വൻ ഇങ്ങോട്ട് വന്നോട്ടടി. ചേട്ടത്തി അനിയത്തിയും കൂടി ഒത്തുകളിച്ച എന്റെ ശ്യാമളയെ അകത്താക്കും അല്ലേടി. നീ അനുഭവിക്കുമടി. ഇന്ദുലേഖയോടുകൂടിയായി ജാനമ്മ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പുറത്തു നടന്നൊന്നും ശ്രദ്ധിക്കാതെ കട്ടിലേക്ക് കിടന്ന് ആഴ്ചപ്പതിപ്പ് വായിക്കുകയായിരുന്നു ഉഷ. അതുകൂടി കണ്ടപ്പോൾ ജാനമ്മ അടിമുടി വരച്ചു. അവളുടെ ഒരു വായന. എടി മൂദേവി, ശ്യാമളയെ പോലീസുകാർ പിടിച്ചോണ്ട് പോയത് നീ കണ്ടില്ലേടി മൂശേട്ടെ. ജാനമ്മ ആഴ്ചപ്പതിപ്പ് പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞു. അതിന് ഞാനെന്ത് വേണം? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് വേണ്ട വേണ്ടെന്ന്. അമ്മയും മോളും അനുഭവിച്ചോ, എന്നെ ഇതിലൊന്നും കക്ഷി ചേർക്കണ്ട. ഉഷ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആഴ്ചപ്പതിപ്പെടുത്ത് വീണ്ടും വായന തുറന്നു. ഇവിടെ നടന്നൊക്കെ ഇന്ദുലേക്ക് ഒരു സ്വപ്നം പോലെ തോന്നി. അവൾ വീഴ്ച നിൽക്കുകയായിരുന്നു. ഇന്ദു ചേച്ചി എന്താ കുന്തം വീഴുന്നതുപോലെ നിൽക്കുന്നത്? ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഞാനാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. നേരത്തെ പുഞ്ചിരിയോടെ കൃഷ്ണപ്രിയ പറഞ്ഞു. കൃഷ്ണൻ, എനിക്ക് പേടി തോന്നുന്നു. അവളെല്ലാം മാല മോഷ്ടിച്ചതെങ്കിൽ വിശ്വം വന്നാ ആകെ പ്രശ്നമാകും. ഇന്ദുലേഖ ഭയപ്പാടോടെ പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. ആദ്യം ശ്യാമള മാല വിറ്റ കടയാ ഞാൻ കണ്ടുപിടിച്ചത്. വിശ്വൻ ചേട്ടന്റെ ഒരു പരിചയക്കാരന്റെ കടയിലാ മാല കൊടുത്തത്. ആ മാല ഇപ്പൊ തൊണ്ടിയായി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? മാല എടുത്തതും പോരാഞ്ഞിട്ട് പിന്നെയും ബന്ധുരേശ്വരം മെക്കിട്ട് കയറാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല, അവൾ തീർത്തു പറഞ്ഞു. കൃഷ്ണപ്രിയയുടെ ധൈര്യത്തെക്കുറിച്ച് ഓർത്ത് ഇന്ദുലേഖ അത്ഭുതപ്പെട്ടു. ഇത്ര വേഗം തന്റെ മാല കിട്ടുമെന്ന് സ്വപ്നേപ്പി കരുതിയതല്ല. കൃഷ്ണ അത് സാധിച്ചെടുത്തിരിക്കുന്നു. എന്നാലും വിശ്വത്തിന്റെ അമ്മയും പെങ്ങളും ഭയങ്കരികൾ തന്നെ. ഇനി രണ്ടിനെയും ഒരൊറ്റ നിമിഷം പോലും ഇവിടെ താമസിപ്പിക്കരുത്. വിശ്വ ഒന്ന് വന്നോട്ടെ. അമ്മയുടെയും പെങ്ങന്മാരുടെയും തനി നിറം കാണിച്ചു കൊടുക്കണം. അപ്പോഴേക്കും പോലീസിനെ പേടിച്ച് ഓടിപ്പോയ ദേവനാരായണൻ തിരികെ വന്നു. മോനെ ദേവ, എന്റെ ശ്യാമള മോളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയടാ. ഇന്ദും അവളുടെ അനുജത്തിയും കൂടെ കള്ളക്കേസിൽ കുടുക്കിയതാ. നീ ചെന്ന് രണ്ട് പെടപെടയ്ക്കുമ്പോ രണ്ടാളും സത്യം പറഞ്ഞോളൂ. ചെല്ലട ദേവ, ജാനമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് ഇരുകാലുകളും മടക്കി വെയിലോട്ട് ഉയർത്തി വെച്ച് കിടന്നുകൊണ്ട് ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന ഉഷയിലായിരുന്നു അവന്റെ കണ്ണുകൾ. അവളുടെ പാദങ്ങൾ നഗ്നമായിരുന്നു. തങ്ക നിറമാറുന്ന ആ മുട്ടോളം എത്തുന്ന നഗ്നമായ പാദങ്ങൾക്ക് പോലും ലഹരി പിടിപ്പിക്കുന്ന മാധവ സൗന്ദര്യമാണെന്ന് അയാൾക്ക് തോന്നി. അടുത്ത വരവിന് ഈ അനാഗ്ര പുഷ്പത്തിൽ കൂടി സ്വന്തമാക്കണം. എടദേവ, ചെല്ലട ദേവ, നിന്നെ ഒത്തിരി സ്നേഹിക്കണുള്ള ശ്യാമള, അവളെ രക്ഷിക്കട ദേവ. ഇന്ദുവിനെയും കൃഷ്ണനെയും രണ്ട് പൊട്ടിക്കട. ജാനമ്മ പുലമ്പിക്കൊണ്ട് മുറിയിലേക്ക് ചെല്ലുമ്പോ ഉഷയെ നോക്കി നിൽക്കുന്ന ദേവനാരായണയാണ് കണ്ടത്. ഉഷ വായനയിൽ രസിച്ചു കിടന്നുകൊണ്ട് ദേവനാരായണൻ വന്നതൊന്നും അറിഞ്ഞില്ല. ജാനമ്മയ്ക്ക് ദേവനാരായണന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. ജാനമ്മ അവന്റെ തോളി പിടിച്ചു. അവൻ ഒരു ഞെട്ടലിൽ മുഖം തിരിച്ചു. നീ ഞങ്ങളുടെ കൂടെ നിന്ന നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഇപ്പോ ശ്യാമളയെ രക്ഷിക്കണം. കൃഷ്ണയും എന്തും ചേർന്ന അവളെ പോലീസിൽ ഏൽപ്പിച്ചത്. ചെല്ല്, ചെന്ന് അവരോട് കേസ് പിൻവലിക്കാൻ പറ. പിൻവലിച്ചില്ലെങ്കിൽ രണ്ട് പൊട്ടിക്ക്. ജാനമ്മ അവനെ പ്രലോഭിപ്പിച്ചു. ദേവനാരായണൻ ഒരിക്കൽ കൂടി ഉഷയെ കൊതിയോടെ നോക്കിയിട്ട് വരാന്തയിലേക്ക് ചെന്നു. എന്തോ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഇന്ദുവും കൃഷ്ണയും അവനെ കണ്ടതും സംസാരം നിർത്തി. ദേവനാരായണൻ ഇരുവരെയും രൂക്ഷമായി നോക്കി. ആരാടി ശ്യാമളയുടെ പേരിൽ കേസ് കൊടുത്തത്? ആരും ഒന്നും വേണ്ടിയില്ല. നിന്നോട് രണ്ടിനോടാണ് ചോദിച്ചത്. ശ്യാമളയുടെ പേരിൽ ആരാ കേസ് കൊടുത്തത്? ദേവനാരായണൻ അലറും പോലെ ചോദിച്ചു. എവിടെ കിടന്ന് തൊണ്ട പൊട്ടിക്കണ്ട, ഞാനാ കേസ് കൊടുത്തത്. യാതൊരു കൂസലുമില്ലാതെ കൃഷ്ണപ്രിയ പറഞ്ഞു. നീ കണ്ടോടി അവള് മാല മോഷ്ടിക്കുന്നത്? എല്ലാ മോഷണവും നേരിട്ട് കണ്ടിട്ടല്ല പോലീസുകാര് തെളിയിക്കുന്നത്. ഇവിടുന്ന് മോഷണം പോയ മാല ആർക്കാണ് വിറ്റതെന്നും അത് എവിടെ ഉണ്ടെന്നും അറിഞ്ഞിട്ട് തന്നെയാ പോലീസിൽ പരാതി കൊടുത്തത്. കൃഷ്ണപ്രിയ ഒന്ന് നിർത്തിയിട്ട് തെല്ല് പുച്ഛത്തോടെ ചോദിച്ചു. അല്ല, അവക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് വഴി വരാൻ ഇയാൾ അവളുടെ ആരാ? പുതിയ വെട്ടിയോനോ മറ്റാണോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അവൾ ചെറിയ കൊട്ടി.
വാതിൽക്കൽ മറിഞ്ഞു നിന്ന ജാനമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ടോടെ ദേവ, നിന്നെ ഒരു വകവയ്പുമില്ലാത്തത്. തർക്കുത്തരം തന്നെയല്ലേ പറയാൻ നോക്കി. ചേട്ടത്തൊന്ന് പൊട്ടിച്ചാ ഞങ്ങളിപ്പ് തീർന്നോളൂ, ജാനമ്മ വിളിച്ചു പറഞ്ഞു. കയറ് പൊട്ടിച്ചിട്ട് രണ്ടെണ്ണം നിങ്ങൾക്കുണ്ടല്ലോ തള്ളെ, പിടിച്ചു കൊടുക്ക്, പൊട്ടിച്ചോളൂ. കൃഷ്ണപ്രിയ മുഖം വക്രിച്ചു. നീ എന്തു പറഞ്ഞടി കൂത്തിച്ചി? ദേവനാരായണൻ വർദ്ധിച്ച കോപത്തോടെ കൃഷ്ണപ്രിയയ്ക്ക് നേരെ കൈ ഉയർത്തി. തൊട്ടുപോകരുത്. അവൾ അവന് നേരെ ഈറ്റപ്പുലിയെ പോലെ ചീറി. എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, ഇവിടുന്ന് ഞാൻ നേരെ പോണത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. ഇപ്പൊ ഇവിടുന്ന് ഒരുത്തിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ, മറക്കണ്ട. ദേവനാരായണന്റെ ഉയർന്ന കൈ താഴ്ന്നു. കൃഷ്ണപ്രിയ ദേവനാരായണന് മുന്നിലേക്ക് ഒരു ചുവട് നീങ്ങി നിന്നു. ഒരു നാലാംകിട പെണ്ണിനോട് കളിക്കുന്ന കളി എന്നോട് വേണ്ട. ഇത് കൃഷ്ണപ്രിയയാണ്. ഞാനൊരു ചെറിയ പരാതി അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, ഈ നിൽക്കണ പൊണ്ണത്തടീനെ പൊക്കി എടുത്തോണ്ട് പോയിക്കോളും. പിന്നത്തെ അവസ്ഥ അറിയരുതോ? പരോള് റദ്ദാക്കി വീണ്ടും തറവാട്ടി പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ടും തീരില്ല സാറേ, ജയിലിൽ IG-ക്ക് ഞാൻ പരാതി കൊടുക്കും. താൻ പരോളിൽ ഇറങ്ങി ഞങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തുകയാണെന്ന് വേണ്ടി വന്ന നേരിട്ട് ചെന്ന് പറയും. എന്താ ഈ തള്ളച്ചിയുടെ വാക്ക് കേട്ട് തല്ലണോ? അവൾ പരിഹസിച്ചു. ദേവനാരായണന്റെ നാവടഞ്ഞു. ഇവൾ ഇതിലപ്പുറവും ചെയ്യുമെന്ന് ദേവനാരായണന് ഉറപ്പായിരുന്നു. അങ്ങനെ വന്ന താൻ പരോളിൽ ഇറങ്ങിയത് വെറുതെയാവും. തന്റെ ലക്ഷ്യം ബന്ധുരയും ബാലചന്ദ്രനുമാണ്. ബാലചന്ദ്രനെ കൊല്ലണം. തന്നെ ചതിച്ച ബന്ധുരയെ ഒരു നിമിഷത്തിലെങ്കിലും അനുഭവിക്കണം. അതിനു മുമ്പ് ജയിലിലേക്ക് മടങ്ങിയ ഇനി ഒരിക്കലും തന്റെ ലക്ഷ്യം സാധിച്ചെന്ന് വരില്ല. ദേവ, എന്താടാ? വെള്ള പാഴ്വാക്ക് കേട്ട് പേടിച്ചു പോയോ? അവളുടെ മുഖം അടച്ചോണ്ട് കൊടുക്ക് ദേവ. ജാനമ്മ അവനെ വീണ്ടും പ്രലോഭിപ്പിച്ചു. ഒന്ന് പോതല്ലേ. ദേവനാരായണൻ ജാനമ്മയെ തള്ളി മാറ്റിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ നിന്ന് ഇന്ദുലേക്ക് ആശ്വാസമായി. എന്റെ ദൈവമേ, എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയല്ലോ. അവളെ ഇറക്കിക്കൊണ്ടുവരാൻ ആരുമില്ലേ? ജാനമ്മ മാറത്തലച്ച് കരഞ്ഞുകൊണ്ട് ഇന്ദുലേഖയുടെ അടുത്തേക്ക് പാഞ്ഞു നിന്നു. നിന്റെ കെട്ടിയോൻ എവിടെയാടി രാവിലെ തെണ്ടാൻ പോയത്? വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാ അവന് ഈ വീട്ടിൽ കാണത്തില്ലല്ലോ. പറയടി, അവൻ എവിടെ പോയിരിക്കേടി? ഞാൻ എങ്ങനെ അറിയണത്? എന്നോട് പറഞ്ഞിട്ടല്ലോ വിശ്വൊന്നും പോകാറുള്ളത്. ഇന്ദുലേഖ തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ദൈവമേ, എന്റെ മോളെ ആകാശമലന്മാരെ ഉപദ്രവിക്കുവോ? തള്ളെ, നല്ലവന്റെ സ്വർണ്ണം എടുത്ത് വിറ്റ് നാക്കയിലിടുമ്പോ ഓർക്കണായിരുന്നു കൊല്ലപ്പാകുമെന്ന്. ഏതായാലും ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ. നേർത്തൊരു ചിരിയോടെ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കൃഷ്ണപ്രിയ തിരിഞ്ഞു നിന്നു. തള്ളെ, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സുഖവാസം അവസാനിപ്പിച്ചേക്കണം. വീണ്ടും എന്നെ ഇവിടെ വരുത്താൻ ഇടവരുത്തരുത്. പറഞ്ഞതും കൃഷ്ണപ്രിയ വഴിയിലേക്ക് ഇറങ്ങി നടന്നു. നിന്റെ തല ഇടുത്തി വീഴത്തേ ഉള്ളടി. ഇരു കൈകൾ ഉയർത്തി ജാനമ്മ കൃഷ്ണപ്രിയയെ പ്രാഗി. അന്ന് വൈകുന്നേരത്തോടെയാണ് വിശ്വജിത്ത് വീട്ടിലെത്തിയത്. അവനെയും കാത്ത് ജാനമ്മ പദം പെറുക്കി കരഞ്ഞുകൊണ്ട് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. വിശ്വജിത്ത് മുറ്റത്തേക്ക് കയറിയതും ജാനമ്മ വല്ലാത്തൊരു അലറിക്കരച്ചിലോടെ അവനെ കെട്ടിപ്പിടിച്ചു. എടാ മോനെ വിശ്വ, നമ്മുടെ ശ്യാമളെ പോലീസുകാർ പിടിച്ചോണ്ട് പോയതാ. എങ്ങനെയും എന്റെ മോളെ കൊണ്ടുപോടാ. ശ്യാമളേച്ചിയെ പോലീസ് പിടിച്ചെന്നോ? എന്തിന്? അവനൊന്നും മനസ്സിലായില്ല. അതേടാ, നിന്റെ കെട്ടിയോളും അവളുടെ അനുജത്തിയും കൂടെ കള്ളക്കേസ് കൊടുത്തതാ. മാളോട്ടിന്റെ മാല ശ്യാമള മോട്ടിച്ചെന്ന് പറഞ്ഞാ പിടിച്ചോണ്ട് പോയത്. നിനക്കറിയരുതോടെ വിശ്വ, അന്യന്റെ ഒരു പിടി മണ്ണ് പോലും ആഗ്രഹിക്കാത്തോളാ എന്റെ മോള്. എന്നിട്ടും അവളെ നിന്റെ അച്ഛയും കൂടി ചേർന്ന് കളിയാക്കിയില്ലേലാ. ഞാൻ ഇതെങ്ങനെ സഹിക്കോടാ? ജാനമ്മ നെഞ്ചത്തലച്ചുറക്കെ കരഞ്ഞു. വിശ്വജിത്ത് ഒരു നിമിഷം കഴിഞ്ഞ് അലറും പോലെ വിളിച്ചു. എടി ഇന്ദു. അലർച്ചയ്ക്കൊപ്പം അവൻ വീട്ടിനുള്ളിലേക്ക് പാഞ്ഞു. ഇന്ദുലേഖ മാളൂട്ടിയെ പാല് കൊടുത്തുറക്കുകയായിരുന്നു. വിശ്വജിത്ത് കട്ടിലിൽ നിന്ന് ഇന്ദുലേഖയെ പിടിച്ച് താഴെയിട്ടു. എന്റെ പെങ്ങളെ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അല്ലേടി നായിന്റെ മോളെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുടി. അവൻ അവളെ തലങ്ങും വിലങ്ങും തല്ലി. ഇന്ദുലേഖ വേദന കൊണ്ട് പൊളഞ്ഞു. വിശ്വജിത്ത് അംഗകലിയോടെ ഇന്ദുലേഖയെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. മർദ്ദനമേറ്റ് തളർന്നെടുക്കുന്ന ഇന്ദുലേഖയെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചിട്ട് ജാനമ്മയെ മുറിവിട്ടിറങ്ങി. രാത്രി ഏറെ ഇരുട്ടിയാണ് വിശ്വജിത്ത് വന്നത്. ജാനമ്മ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വരാന്തയിലേക്ക് കയറി വന്ന വിശ്വനെ കണ്ട് ജാനമ്മ അന്താളിപ്പോടെ ചോദിച്ചു. വിശ്വ, എവിടെയുടെ ശ്യാമള? ശ്യാമളേച്ചിയെ വിട്ടില്ല. ഒത്തിരി നേതാക്കന്മാരെ കൊണ്ട് പറയിച്ചാ. പക്ഷെ മോഷണ കേസായതുകൊണ്ടേ കോടതി ഹാജരാക്കണം. എന്തോന്ന് മോഷണം? ആ നശിച്ചവൾ കള്ളക്കേസ് കൊടുത്തതാടാ വിശ്വ. അവക്ക് നേരത്തെ കൊടുത്തത് പോരടാ. ചെല്ല്, 4 പെട കൂടി കൊടുത്താ നിന്റെ കെട്ടോളം അടങ്ങിക്കൊള്ളൂ. ജാനമ്മയ്ക്ക് ആകെ വിറഞ്ഞു കയറി. അമ്മ അനാവശ്യം പറയരുത്. ശ്യാമളേച്ചി കുറ്റം സമ്മതിച്ചല്ലോ. തൊണ്ടി മുതൽ പോലീസുകാർ കണ്ടെടുക്കുകയും ചെയ്തു. എന്നിട്ടും മോഷ്ടിച്ചില്ലാന്ന് വൃത്തിയോട് കാണിച്ചവൻ പോരാ ന്യായീകരിക്കുന്നു. അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. ജാനമ്മ എന്തൊക്കെയോ പെറുകൊടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു.
വരാന്തയിലെ സംസാരം കേട്ടെങ്കിലും ഇന്ദുലേഖ അനങ്ങിയില്ല. അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. വിശ്വജിത്തിനോടൊപ്പമുള്ള ജീവിതം അവൾ മടുത്തു തുടങ്ങിയിരുന്നു. ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് പോലും തരാൻ കഴിവില്ലാത്ത ഭർത്താവ്, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷണം നടത്തുന്ന മാർഗം. ഇത്രയും അധപ്പതിച്ച അവിടത്തേക്കാണല്ലോ താൻ സ്വർഗമെന്ന് കരുതി കയറി ചെന്നത്. വിശ്വത്തെ സ്വന്തമാക്കാൻ തന്റെ വീട്ടുകാരോട് പോലും പണങ്ങേണ്ടി വന്നു. കുടുംബത്തിനും അനുജത്തിമാർക്കും വേണ്ടി മാത്രം ജീവിച്ച ബന്ധുരേച്ചിയെ താൻ തള്ളി പറഞ്ഞു. എല്ലാം ഇവർക്കു വേണ്ടിയായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. പാവം ബന്ധുരേച്ചിയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അസഹ്യമായ വേദനയാൽ അവൾ പിടഞ്ഞു. മാളൂട്ടിയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. വിശ്വജിത്തുമായുള്ള ജീവിതം അവസാനിപ്പിക്കണം. അവൾ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് നേരം വെളുപ്പിച്ചു. മാളൂട്ടി ഉണർന്നിരുന്നില്ല. ഇന്ദു ചേച്ചിയെ വിശ്വട്ടം വിളിക്കണു, ഉഷ വന്ന് അറിയിച്ചു. കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്നെ എന്തിനാ വിളിക്കുന്നത്? ഇന്ദുലേഖ നീരസത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല, അങ്ങോട്ട് ചെന്ന് നേരിട്ട് ചോദിക്ക്. ഉഷ മുഖം ചുളിപ്പിച്ചു. ഇന്ദുലേഖ ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നിട്ട് വരാന്തയിലേക്ക് ചെന്നു. വരാന്തയിൽ ജാനമ്മയും വിശ്വജിത്തും എന്തോ കാര്യമായ ചർച്ചയിലായിരുന്നു. ഇന്ദുലേഖയെ കണ്ടതും അവർ സംസാരം നിർത്തി. എന്തിനാ എന്നെ വിളിച്ചത്? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇന്ദു, അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. നമ്മുടെ വീടിന്റെ കരമടച്ച രസീത് എവിടെ? അവൻ സ്നേഹം നടിച്ചു ചോദിച്ചു. എന്തിനാ കരം അടച്ച രസീത്? അത് പിന്നെ ഇന്ന് ശ്യാമളേച്ചിയെ കോടതി ഹാജരാക്കും. ജാമ്യം കിട്ടണമെങ്കിൽ കരം തിരുവയുള്ള രണ്ടുപേര് വേണം. ഒന്നമ്മയുണ്ട്, ഇനിയൊന്ന് നിന്റെ അച്ഛന്റെ പേരിലുള്ളതാകാം. അതിന് അച്ഛൻ മരിച്ചിട്ട് 4-5 വർഷമായല്ലോ. അത് സാരല്ലടി ഇന്ദു, ഇതൊന്നും ജഡ്ജി അറിയത്തില്ല. നിന്റെ അച്ഛന് പകരം മറ്റൊരാളെ നിർത്തിയാൽ മതി. പക്ഷെ എനിക്ക് സാരമുണ്ടല്ലോ ഈശോ. ഇന്ദുലേഖ തെല്ലു മുന്നോട്ട് നീങ്ങി നിന്നിട്ട് തുടർന്നു. എന്റെ അച്ഛന്റെ പേരിൽ വേറൊരാൾ വേണ്ട. തന്നെയല്ല, കള്ളികൾക്ക് വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി കോടതി കയറാനുള്ളതല്ല എന്റെ അച്ഛന്റെ പേരും ഈ വീടും. അവൾ അറുത്തു മുറിച്ച് പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങി. നിക്കടി, വിശ്വജിത്ത് ശബ്ദമുയർത്തി വിളിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. നീ എന്താടി പറഞ്ഞത്? കള്ളികളും വൃത്തികെട്ടവളുമാണെന്നോ? ആരാടി കള്ളികളും വൃത്തികെട്ടവളും? മോഷണക്കുറ്റത്തിന് ഇപ്പൊ ആരാ ജയിലിൽ കിടക്കുന്നത്? അവള് തന്നെ. ഇന്ദുലേഖ ഉച്ചത്തിൽ ചെറിയോട്ടി. ഇവളെ അങ്ങനെ വിട്ടാ പറ്റില്ലടാ. ഇവളൊക്കെ കൂടിയാ എന്റെ മോളകത്താക്കിയത്. ഇവിടുത്തെ കരമടച്ച രസീത് കൊണ്ട് തന്നെ വേണമടാ ശ്യാമളയെ ജാമത്തിലിറക്കാൻ. നീ എവിടെ ഭർത്താവാണോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. പിടിച്ചു മേടിക്കടാ. ജാനമ്മ കസേരയിൽ നിന്ന് ചാടി എണീറ്റു. ഇങ്ങനെ ഒരു ആണും പെണ്ണും കെട്ട ഭർത്താവിനെ എനിക്ക് വേണ്ടെങ്കിലോ? ഇന്ദുലേഖ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ നിന്റെ ആരടിച്ചേറ്റെ? പറഞ്ഞതും വിശ്വജിത്ത് അവളെ അടിക്കാൻ കൈ ഉയർത്തി. അവൾ ആ കയ്യിൽ ബലമായി പിടിച്ചു. തൊട്ടുപോകരുത്. അവൾ സ്ഥലകാല ബോധം മറന്ന് ആക്രോശിച്ചു. മേലിൽ നിന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, പെങ്ങൾ കിടക്കണ അതേ സ്ഥലത്ത് കിടക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല വിശ്വം, നിങ്ങളുടെ ഈ രാക്ഷസി തള്ളേനെയും ജയിൽ വഴി എനിക്ക് ഞാൻ മറക്കണ്ട. ഇന്ദുലേഖ അവനെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു നടന്നു. വിശ്വജിത്ത് സ്തബ്ധനായി. നേർത്തൊരു ഭയം ജാനമ്മയിലേക്കും അരിച്ചു കടന്നു. ബന്ധുര കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കി. നാളെ മോന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങുമാണ്. കുഞ്ഞിന് പേരിടാൻ ബാലചന്ദ്രൻ സർ വരുമോ? വരും, വരാതിരിക്കില്ല. അവളുടെ മനസ്സ് 1000 പ്രാവശ്യം മന്ത്രിച്ചു. ബന്ധുര കുഞ്ഞിനോട് ചേർന്ന് കിടന്നു. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ദേവകിയമ്മ നാളത്തെ ചടങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ടൗണിൽ പോയിരിക്കുകയാണ്. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ബന്ധുര തലതിരിച്ചു. അവൾ നടുങ്ങി വിറച്ചുപോയി. ദേവനാരായണൻ. പെരുവിരൽ മുതൽ ഒരു വിറയൽ ബാധിച്ചു. ദേവനാരായണൻ വികൃതമായൊരു ചിരിയോടെ അവൾക്കടുത്തേക്ക് ചെന്നു. ബന്ധുര ഭീതിയോടെ ചാടി എണീറ്റു. എന്താടി, പേടിച്ചു പോയോ? അയാൾ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. ഇന്നുകൊണ്ട് എന്റെ പരോള് തീരുക. നാളെ വീണ്ടും ജയിലിലേക്ക്. അടുത്ത പരോളിന് വരുമ്പോ നിന്റെ കെട്ടിയവന്റെ ആയുസ് തീർത്തോളാം. ഇപ്പോ എനിക്ക് നിന്നെ വേണം. പറഞ്ഞതും അയാൾ അവളെ കടന്നു പിടിച്ചു. എന്നെ ഒന്നും ചെയ്യരുത് ദേവേട്ട. അവൾ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷെ ആ കരച്ചിൽ ദേവനാരായണൻ കേട്ടില്ല. അയാളുടെ ബലിഷ്ഠമായ കരങ്ങളിൽ കിടന്ന് ബന്ധുര പെടഞ്ഞു. അയാൾ അവളെ കട്ടിലേക്ക് വലിച്ചിട്ടു. പിന്നെ അയാൾ ഒരു വ്യാഘ്രത്തെ പോലെ അവളിലേക്ക് ചാടി വീണു. ഇതൊന്നും അറിയാതെ ബാലചന്ദ്രൻ ഓട്ടോയിൽ വന്നിറങ്ങി. അയാൾ തീർത്തും ക്ഷീണിതനായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് കയറിയതും ബന്ധുരയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് ബാലചന്ദ്രൻ ഒരു പിടച്ചിലിൽ വീട്ടിലേക്ക് ഓടി. മലർക്കെ തുറന്നു കിടക്കുന്ന വാതിലിനടുത്തെത്തിയതും ബാലചന്ദ്രൻ ഒരു നടുക്കത്തോടെ നിശ്ചലം നിന്നു. ബന്ധുരയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ദേവനാരായണൻ. ബാലചന്ദ്രൻ സർവം മറന്നു. എടാ വിടടാ, എന്റെ ടീച്ചറെ വിടടാ. ബാലചന്ദ്രൻ അലറുകയായിരുന്നു. അയാൾ പാഞ്ഞു ചെന്ന് ദേവനാരായണനെ പിടിച്ചു വലിച്ച് താഴെയിട്ടു. നീ വന്നോടാ ചെറ്റെ, നിന്നെ കൂടി കൊന്നിട്ടെ ഞാൻ ഇനി ജയിലിലേക്ക് പോകുന്നുള്ളടാ.
പറഞ്ഞതും ദേവനാരായണൻ ബാലചന്ദ്രനെ മുഖം അടച്ചടിച്ചു. ബാലചന്ദ്രൻ കട്ടിലേക്ക് മറിഞ്ഞു വീണു. സ്ഥാനം തെറ്റി തലയിണക്കിടയിൽ കിടന്ന വെട്ടുകത്തിയിലായിരുന്നു ബാലചന്ദ്രന്റെ കൈ തടഞ്ഞത്. മുറിവേറ്റ സിംഹത്തെ പോലെ പാഞ്ഞെടുത്ത ദേവനാരായണനെ ബാലചന്ദ്രൻ തൊഴിച്ചു തെറിപ്പിച്ചു. പിന്നെ വെട്ടുകത്തിയുമായി ബാലചന്ദ്രൻ പാഞ്ഞു ചെന്നു. നിലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ദേവനാരായണന്റെ കഴുത്തിന് നേരെ ബാലചന്ദ്രൻ വെട്ടുകത്തി വീശി. ആ ദേവനാരായണന്റെ നിന്നും വല്ലാത്തൊരു ആർത്തനാദം ഉയർന്നു. ബാലചന്ദ്രൻ തുടരെ തുടരെ വെട്ടി. ചോര ചീറ്റിയൊഴുകി. ദേവനാരായണൻ കുഴഞ്ഞു നിലത്ത് വീണ് പെടഞ്ഞു. പിന്നെ മെല്ലെ മെല്ലെ ആ ചലനം നിശ്ചലമാവുന്നത് ബാലചന്ദ്രനും ബന്ധുരയും വീർപ്പടക്കി നോക്കി നിന്നു. എന്റെ ബാലചന്ദ്രൻ സാറേ! ബന്ധുര ഒരു പൊട്ടിക്കരച്ചിലോടെ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചു. ബന്ധുര ടീച്ചറെ! അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഇനി ടീച്ചറെ വിട്ട് ഞാൻ ഒരിടത്തും പോകില്ല. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയച്ചതാണ്. ടീച്ചറിന്റെയും നമ്മുടെ മോന്റെയും കൂടെ കൊതി തീരുവോളം ജീവിച്ചോളാൻ ഡോക്ടർ സുരേന്ദ്രനാഥ് പറഞ്ഞു. ബാലചന്ദ്രൻ ഒരു കരച്ചിൽ പോലെ അസ്പഷ്ടമായി പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ ബാലചന്ദ്രൻ സാറേ! അവൾ ശക്തിയിൽ തേങ്ങുകയും അയാളുടെ നെഞ്ചിൽ തല തല്ലുകയും ചെയ്തു. ടീച്ചറെ! ടീച്ചർ എന്നെ ജയിലിലേക്കോ ഹോസ്പിറ്റലിലേക്കോ പറഞ്ഞു വിടരുതേ. ടീച്ചറില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ബാലചന്ദ്രൻ ബന്ധുരയുടെ ക്ഷീണിച്ച കൈകളിൽ നിന്നും നനഞ്ഞ ഒരു പക്ഷിത്തൂവൽ പോലെ നിലത്തേക്ക് ഊർന്നു വീണു. എന്റെ ബാലചന്ദ്രൻ സാറേ! ദിഗന്ധങ്ങൾ ഭേദിക്കുമാറുള്ള പൊട്ടിക്കരച്ചിലൂടെ ബന്ധുര ബാലചന്ദ്രൻ ദേഹത്തേക്ക് ബോധമറ്റു വീണു. അപ്പോൾ ബാലചന്ദ്രന്റെ അവസാന ശ്വാസവും ദൂരേക്ക് പറന്നു കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. കൂടെ ഒന്ന് ഹൈപ്പ് കൊടുക്കാനും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.